റസാഖിന്റെ വാർത്ത കേട്ട കേരളം എങ്ങനെയാണ് ആ വാർത്തയോട് പ്രതികരിച്ചത്, ഇവിടുത്തെ സാംസ്കാരിക പ്രതികരണങ്ങൾ എങ്ങനെയെന്ന് ഞാൻ ഒന്ന് ഡിജിറ്റലി ഒന്ന് സെർച്ച് ചെയ്തു. എൻ്റെ കണ്ണുകളിൽ കത്തിനിന്ന, എൻ്റെ ഹൃദയത്തിൽ കുത്തിനിന്ന ഒരു വാക്ക് ഞാൻ ആ വാർത്തയിൽ നിന്ന് വായിച്ചു. പ്രിയപ്പെട്ട റസാഖ് തൻ്റെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് നീതി തേടി LC സെക്രട്ടറിയുടെ മുന്നിൽ ചെന്ന് എൻ്റെ വീടിൻ്റെ പരിസരത്തെ ഒരു ദിവസം 100 കിലോ മാത്രം സംസ്കരിക്കാൻ അവകാശമുള്ള ലൈസൻസ് ഉള്ള ആ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ മറവിൽ ടൺ കണക്കിന് മാലിന്യങ്ങൾ സംസ്കരിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ വീടിൽ കിടന്നുറങ്ങാൻ പറ്റാതിരുന്നപ്പോൾ, ഏതാ റസാഖിന്റെ വീട് മലപ്പുറത്തെ സമ്പന്ന പ്രവാസികളുടെ മാർബിൾ കൊട്ടാരങ്ങളുടെ വീടല്ല പ്രിയപ്പെട്ട റസാഖിന്റെ വീട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ വീട് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ EMSന്റെ സ്മൃതി മണ്ഡപമാക്കി മാറ്റണമെന്ന് പറഞ്ഞ ഒരു സഖാവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഖാക്കളെ, തങ്ങളുടെ വീട് സദൃശ്യമായ മനോഹരമായ കൊട്ടാരമായി, ആ കൊട്ടാരത്തിനകത്ത് തൻ്റെ പ്രിയപ്പെട്ട മകനും തൻ്റെ പ്രിയപ്പെട്ട മകന്റെ മകളും തൻ്റെ പ്രിയപ്പെട്ട മകളുടെയും മകന്റെയും ഭർത്താവും പുയ്യാപ്പിളയും രാജകീയമായി ജീവിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രസമ്മേളനം നടത്തി പിണറായി വിജയൻ പറഞ്ഞില്ലേ, എൻ്റെ മകനെ നിങ്ങൾ കണ്ടോ? സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അവനില്ല, ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഭവനങ്ങളുടെയും പരിസരത്ത് അദ്ദേഹമില്ല. അതുമാത്രമല്ല, പിണറായി പത്രക്കാരോട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഒരു ബൂർഷ്വാ പിതാവിനെ പോലെ നിങ്ങൾ സംസാരിച്ചില്ലേ? എൻ്റെ മകൻ അവിടെയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു വെച്ച വാക്കിൽ നിന്ന് ബാക്കി ഞങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ മകനെ DYFIയുടെ സമരത്തിന്റെ തീപ്പന്തങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ മകനെ SFIയുടെ സമരത്തിന്റെ പോർക്കളത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ മകനെ പോലീസിന്റെ ലാത്തിക്ക് മുന്നിലേക്കും പോലീസിന്റെ സയനൈഡിന്റെ മുന്നിലേക്കും ജലപീരങ്കിയുടെ മുന്നിലേക്കും തേനീച്ചക്കൂട്ടം കണക്കെ ഇരച്ചു കയറുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെ കൂട്ടത്തിൽ, സമരസഖാക്കളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ കണ്ടിട്ടില്ല. മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മകൻ, മൾട്ടിനാഷണൽ കമ്പനിയിൽ പഠിക്കുന്ന മകൻ, മെൽബൺ സർവകലാശാലയിലെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മകന് 100% കരിസ് പ്ലേസ്മെന്റ് ഓഫറാണ്. തിരിച്ചു വന്നിറങ്ങുന്നത് ചെന്നൈ പട്ടണത്തിലെ ക്യാപ്റ്റൻ നായരുടെ ലീല ഹോട്ടൽ എന്ന് പറയുന്ന പഞ്ചനക്ഷത്ര കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ HR കസേരയിലേക്കാണ് നിങ്ങളുടെ മകൻ തിരിച്ചു വന്നിറങ്ങുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ മകനെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ടിട്ടില്ല, AKG സെന്ററിൽ കണ്ടിട്ടില്ല, LC ഓഫീസിന്റെയും ഏരിയ ഓഫീസിന്റെയും പരിസരത്ത് കണ്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ അവസാനിക്കുമ്പോൾ, നിങ്ങളുടെ മകനെ ഞങ്ങൾ കാണുന്നത് മൾട്ടിനാഷണൽ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് ആസ്ഥാനങ്ങളുടെ പദവികളിലും ഹൈ പെയ്ഡ് പ്രൊഫൈലുള്ള, അവരുടെ ഫയലുകളിൽ സൂക്ഷിക്കുന്ന ഹൈ പെയ്ഡ് പ്രൊഫൈലുള്ള ആ പട്ടികയിലാണ് നിങ്ങളുടെ മകനെ ഞങ്ങൾ കാണുന്നത് എന്ന് കൂട്ടി വായിക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ഞങ്ങൾക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഞങ്ങൾ അങ്ങനെ കാണുമ്പോൾ, നിങ്ങളുടെ വീടുകളൊക്കെ കൊട്ടാരമാകുമ്പോൾ, ഇത് മകന്റെ കഥയാണെങ്കിൽ മകൾ എവിടെയാണ്? മകള് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, ഇന്ത്യൻ IT-യുടെ, ഒരുപക്ഷെ ലോകത്ത് തന്നെ സിലിക്കൺ വാലിയോളം പടർന്നു നിൽക്കുന്ന ഇന്ത്യയുടെ IT പട്ടണങ്ങളുണ്ട്. ആ IT പട്ടണങ്ങളിൽ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് പറയാവുന്ന പട്ടണമാണ് ബംഗളൂരുവും ഹൈദരാബാദും. സൈബറാബാദ് എന്ന് പറയാവുന്ന സ്ഥലങ്ങൾ. ആ ബംഗളൂരുവിലിരുന്ന് കേരള ഭരണത്തിന്റെ ഡാറ്റ അനലൈറ്റിക്സിന്റെ ചരട് നിയന്ത്രിക്കുകയാണ് പ്രിയപ്പെട്ട പിണറായി വിജയന്റെ മകള് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മാത്രമല്ല, അവിടെ നിന്ന് അപ്പുറത്തേക്ക് അച്ഛൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആ ഭരണത്തിന്റെ ആനുകൂല്യങ്ങളും അതിന്റെ സൗജന്യങ്ങളും കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശൈലിയാണ്. അറിയുമോ സഖാക്കളെ നിങ്ങൾക്ക്? അബ്ദുൾ റസാഖിന്റെ അഭ്യർത്ഥനയെ ക്രൂരമായി നിരസിച്ച CPM-ന്റെ LC സെക്രട്ടറി ഉണ്ടോ ഇവിടെ? എന്റെ പ്രിയപ്പെട്ട സഖാക്കളുണ്ടോ ഇവിടെ? EMS-ന് അറിയോ നിങ്ങള്? ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്ന പാടശേഖരങ്ങളുടെ ഉടമയായിരുന്നു EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. കാക്ക പറന്നുപോയാൽ കാക്കയുടെ ചിറകുകൾ തളർന്നു പോകുമാറ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ, അദ്ദേഹത്തിന്റെ തറവാടിന്റെ സമ്പത്ത് പരന്നു കിടന്നിരുന്നു. ആ മനുഷ്യൻ മലയാളി കുഞ്ചു എന്ന് വിളിച്ച, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്, പക്ഷേ അത് ജെന്റിൽമെൻ ഡിസഗ്രിമെന്റ് ആണ്. ഞങ്ങളുടെ രാഷ്ട്രീയമായ മര്യാദയുടെ വിയോജിപ്പാണ്. അങ്ങനെ വിയോജിക്കുമ്പോൾ തന്നെ യോജിക്കാൻ, അങ്ങനെ വിയോജിക്കുമ്പോൾ തന്നെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്ദുൾ റസാഖ് തന്റെ വീടിന്റെ മുന്നിൽ വെക്കാൻ വെച്ച ബോർഡ് തന്റെ കുടുംബത്തിന്റെ തറവാടിന്റെ ബോർഡല്ല,
താൻ മരിച്ചു പോകുമ്പോൾ തന്റെ പിൻഗാമികൾക്കും കുടുംബക്കാർക്കും വീതം വെച്ച് കൊടുക്കേണ്ടതിനെ കുറിച്ചല്ല അബ്ദുൾ റസാഖിന്റെ മനസ്സിലുണ്ടായിരുന്ന ആദി എന്ന് പറയുന്നത്. അദ്ദേഹം EMSന്റെ ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഭാര്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു സാരി ആവശ്യപ്പെട്ടപ്പോ തന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഭാര്യ ആര്യ അന്തർജനത്തിന് EMS ഒരു കുറിപ്പ് കൊടുക്കുകയാണ്. ഇത് കടയിൽ കൊടുത്തേക്കുക, പണത്തിന് പകരം ഒരു കുറിപ്പാണ്. എന്താണ് കുറിപ്പ്? എന്റെ കയ്യിൽ എന്റെ ഭാര്യ വാങ്ങുന്ന സാരിയുടെ പണം തരാൻ എന്റെ പോക്കറ്റിൽ പൈസയില്ല. അടുത്ത മാസം എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എന്റെ ഭാര്യ വാങ്ങുന്ന എന്റെ സഹധർമ്മിണി വാങ്ങുന്ന സാരിയുടെ പണം ഞാൻ തന്നു വീട്ടാം എന്ന് പറഞ്ഞ ഒരു നേതൃ പാരമ്പര്യം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് ഈ പിണറായി കാലത്ത് എന്റെ പ്രിയപ്പെട്ട CPM-ന്റെ റസാഖ് പായമ്പ്രൊട്ടിന്റെ ചിതയൊടുങ്ങി തീർന്ന് ആ ചിതയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗന്ധം ഈ ആകാശത്ത് ചുറ്റി നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ആ ഗന്ധം ദുർഗന്ധമല്ല, അതൊരു സുഗന്ധമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഗന്ധം ദുർഗന്ധമല്ല, അതൊരു രക്തസാക്ഷിയുടെ ഓർമ്മയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഗന്ധം മനസ്സിനെ മടുപ്പിക്കുന്ന ഗന്ധമല്ല, അത് നമ്മുടെ കണ്ണുകളെ നിറക്കുന്ന ഒരു മനുഷ്യന്റെ വിഷാദമായ, ഒരു മനുഷ്യന്റെ ദുഃഖസാന്ദ്രമായ ഭൂമിയിൽ നിന്ന് വിടവാങ്ങലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ മതം ജീവനുള്ള മതമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഈ സമ്മേളനം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ സമ്മേളനത്തിന്റെ കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചോദിക്കാൻ പോവുകയാണ്. അബ്ദുൾ റസാഖിന്റെ ആത്മാവിന് നീതി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വോട്ട് ചോദിക്കാൻ പോകുന്നത്. ഞാൻ റസാഖിനെ കുറിച്ച് വായിച്ച വായനയിലെ വാർത്തയിലെ വരികളിൽ എന്റെ കർഷം കണ്ടപ്പോഴാണ്. റസാഖ് അവസാനം യാചിച്ചു അത്രേ, LC സെക്രട്ടറിയോട് പറഞ്ഞു അത്രേ, എന്റെ വീടിന്റെ പരിസരത്ത് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ ഈ ദുർഗന്ധത്തിലേക്ക് എഴുന്നേൽക്കേണ്ടി വരികയാണ്. നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ആവശ്യമായ നടപടി വേണമെന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. റസാഖ് പിന്നെയും അഭ്യർത്ഥിച്ചു, റസാഖ് കലഹിച്ചു. അവസാനം LC സെക്രട്ടറി ധിക്കാരത്തോട് ഹൽബ് കുലുങ്ങിയത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താ LC സെക്രട്ടറി, എന്താ പഞ്ചായത്തിലെ CPM-ന്റെ LC സെക്രട്ടറി പറഞ്ഞത്? റസാഖേ, റസാഖല്ല, നിന്റെ കൂടെ നിന്റെ ഭാര്യയുണ്ട്, നിങ്ങൾ രണ്ടുപേര്, നിനക്കൊരു അവകാശവാദം ഉണ്ടാകും. നീ വലിയ സഖാവാണ്, നീ ആത്മാർത്ഥതയുള്ള കേഡറാണ്, നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാമോദീസ മുഖ്യ നടക്കുന്ന സഖാവാണ് എന്നത് നിന്റെ വാദമാണ്. റസാഖ് ചോദിച്ചു, പിന്നെ ഞാൻ ആരാ, ഞങ്ങൾ ആരാ സഖാവേ? അപ്പോൾ LC സെക്രട്ടറി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വെറും 2 വോട്ട് മാത്രമാണ്. നിങ്ങൾ ഞങ്ങൾ പോയ ചാരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഓർമ്മയിൽ ഞങ്ങൾ ഈ വാക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ ഞങ്ങൾക്ക് 2 വോട്ട്. ശൂന്യമായ വർത്തമാനം, ഹൃദയശൂന്യമായ വർത്തമാനം. ആ വർത്തമാനം LC സെക്രട്ടറി പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കത്തിനെ പരതി നോക്കി. ടു പബ്ലിക്, പൊതുജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി. ടു LC സെക്രട്ടറി അല്ല, ടു CPM അല്ല, ടു പിണറായി അല്ല, ടു പൊതുജനങ്ങളെ, ടു പബ്ലിക് എന്നാണ് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലെ സൂയിസൈഡ് നോട്ടിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലവാചകം. അതുകൊണ്ട് അത് വായിക്കേണ്ടത് ലീഗുകാരും CPM-കാരും കോൺഗ്രസുകാരുമല്ല, ഈ പുളിക്കൽ പഞ്ചായത്തിലെ മനുഷ്യർ. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പേ വായിക്കേണ്ട ഒരു കത്താണത്. ജനകീയാസൂത്രണവും കിലയും ആരംഭിച്ച ഘട്ടം മുതൽ RPI-യും മറ്റും ഞാൻ എണ്ണമറ്റ പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊട്ടിഘോഷിച്ച് കൊണ്ടു നടത്തിയ ജനകീയാസൂത്രണം, പക്ഷേ അത് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഡീസെൻട്രലൈസേഷനാണ്. അധികാര വികേന്ദ്രീകരണത്തെ ജനകീയാസൂത്രണം എന്ന ഓമന പേരിട്ട് അവരുടെ അക്കൗണ്ടിൽ അടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ കാപട്യമാണ് ജനകീയാസൂത്രണം എന്ന് ഇടയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റസാഖ് അത് പറയില്ല, കാരണം റസാഖ് ഒരു ഒബീഡിയന്റ് കേഡറാണ്, CPM-ന്റെ അനുസരണയുള്ള പ്രവർത്തകനാണ്. അതുകൊണ്ട് റസാഖ് പറയട്ടെ, ജനകീയാസൂത്രണവും കിലയും ആരംഭിച്ച ഘട്ടം മുതൽ RPI മറ്റും ഞാൻ എണ്ണമറ്റ പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. CPM-ന്റെ ഭരണകാലത്ത്, ജനകീയാസൂത്രണം നടന്ന കാലത്ത് അതിനെ നടപ്പിൽ വരുത്താനുള്ള റിസോഴ്സ് പേഴ്സണായി ഞാൻ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ ആദ്യത്തെ സമഗ്ര വികസന രേഖ 1996 എഡിറ്റ് ചെയ്ത ആഴ്ചകളിൽ രാപ്പകൽ ഭേദമില്ലാതെ ഞാനും കൂട്ടാളികളും ചെലവഴിച്ച ഇടമാണ് ഈ പഞ്ചായത്ത് അങ്കണം. ഇത് റസാഖിന്റെ പഞ്ചായത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലെ പ്രസംഗമല്ല കേട്ടോ. തന്റെ ജീവൻ പറിച്ചെടുക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ കയറി മുകളിൽ കെട്ടിയ കയറിൽ തന്റെ പ്രാണൻ പിടഞ്ഞൊടുങ്ങുന്നതിന്റെ മുമ്പേ റസാഖ് ഹൃദയം ചാലിച്ചെഴുതിയ വാക്കുകളാണ്, അവന്റെ ചോര ചാലിച്ചെഴുതിയ വാക്കുകളാണ്. അവന്റെ ജീവൻ പറിച്ചെടുത്ത് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ വെക്കാൻ പോകുന്നതിന്റെ അവസാനത്തെ അവന്റെ വിതുമ്പലാണ്, അവന്റെ സങ്കടമാണ്. റസാഖ് പറയാണ്, രാപ്പകൽ ഭേദമില്ലാതെ
ഇവിടുത്തെ സമഗ്ര വികസന രേഖ 1996 എഡിറ്റ് ചെയ്ത ആഴ്ചകളിൽ ഞാൻ രാത്രികളിൽ ചെലവഴിച്ച ഇടമാണിത്. ഈ പഞ്ചായത്തിനെ ചുറ്റപ്പെടുത്താൻ, ഇതിന്റെ ഭരണത്തെ ഇതിനെ രൂപപ്പെടുത്താൻ ഞാനുകൂടി ഉണ്ടാക്കിയ രേഖയാണ് ഈ പഞ്ചായത്തിലുള്ളത്. ഇവിടെ ഇത്തരത്തിൽ ഒരു അന്ത്യമൊരുങ്ങിയത് അങ്ങേയറ്റത്തെ നിരാശയാണെന്ന് ഞാൻ പറയട്ടെ. അങ്ങേയറ്റത്തെ നിരാശയാണെന്ന് ഞാൻ പറയട്ടെ. ഈ പുളിക്കൽ പഞ്ചായത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും രാഷ്ട്രീയത്തിൽ, പൊതു വിഷയങ്ങളിൽ, വ്യവഹാരങ്ങളിൽ താല്പര്യമുള്ളവരെ നിങ്ങളുടെ ജിമെയിലിലും നിങ്ങളുടെ ഗൂഗിൾ ഫയലിലും റസാഖിന്റെ സൂയിസൈഡ് നോട്ട് ഉണ്ടാകണം എന്ന് ഞാൻ പറയുകയാണ്. ഒരു പ്രദേശത്തെ നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആത്മാഹുതി. ഒരു പ്രദേശത്തെ നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആത്മാഹുതി എന്ന് റസാഖ് പറഞ്ഞു വെക്കുകയാണ്. ഇതിന് ഉത്തരവാദി ഞങ്ങളുടെ ജനവാസ പ്രദേശത്ത് പ്രദേശവാസികളുടെ താല്പര്യം സംരക്ഷിക്കാതെ വൻകിട പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ സംസ്കരണ സംഘത്തിന് ലൈസൻസ് അനുവദിച്ച പഞ്ചായത്ത് പ്രസിഡന്റാണ്, സ്ഥാപന ഉടമകളാണ്, പോലീസാണ്, രാഷ്ട്രീയ പിന്തുണ നൽകിയ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്, ഏരിയ സെക്രട്ടറിയാണ്, ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഉദ്യോഗസ്ഥരാണ്. എണ്ണി റസാഖ് പറയുന്നുണ്ട്, എന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? മരണം ചില സന്ദർഭങ്ങളിൽ ഒരു പോരാട്ടമാകും. ആത്മഹത്യ ഭീരുക്കളുടെ അഭയ കേന്ദ്രമല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അത്തരം ഒരു സന്ദർഭമാണ് അവസാനത്തെ ആയുധം. തന്റെ കയ്യിൽ ആയുധം മുഴുവൻ നഷ്ടപ്പെടുമ്പോ റസാഖ് അവസാനം കയ്യിലെന്തിയ ആയുധം തന്റെ ജീവനായിരുന്നു. തന്റെ മരണം തന്നെ ഒരു പ്രതിഷേധ സമരമാക്കി അദ്ദേഹം വിട പറയുമ്പോ അദ്ദേഹം പറയുന്നു, എന്റെ മരണത്തിന്റെ ഉത്തരവാദി ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനാണ്, ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടുത്തെ സ്ഥാപന ഉടമകളാണ്, ഇവിടെ ഈ മാലിന്യ സംസ്കരണ സ്ഥാപന ഉടമകളാണ്, ഇവിടുത്തെ പോലീസാണ്, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന പോലീസാണ്. ആ പോലീസാണ് എന്റെ മരണത്തിന്റെ ഉത്തരവാദി. ഇതിന് രാഷ്ട്രീയ പിന്തുണ നൽകിയ CPMന്റെ എന്ന പാർട്ടിയാണ്, അതിന്റെ ലോക്കൽ സെക്രട്ടറിയാണ്, അതിന്റെ ഏരിയ സെക്രട്ടറിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടാണ് പ്രാദേശിക നേതാക്കൾക്ക് പാർട്ടി എന്നത് സാമ്പത്തിക വരുമാനത്തിനുള്ള വഴി കൂടിയാണ് എന്ന അപകടകരമായ ഒരു സൂചനയും പ്രിയപ്പെട്ട റസാഖ് പറഞ്ഞു വെക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക്, ഈ സൂയിസൈഡ് പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക്, ആ വാക്കുകൾക്കിടയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൗനത്തിനപ്പുറത്തേക്ക്, ആ മൗനത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വിതംബലുകൾക്കപ്പുറത്തേക്ക് ഈ പുളിക്കൽ പഞ്ചായത്തിലെ CPMന്റെ ഭരണത്തെക്കുറിച്ച് ഞങ്ങൾ വാചാലമായി സംസാരിക്കേണ്ടതില്ല. ഏതോ ഒരു മുതലാളി, ആ മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടി ഈ പഞ്ചായത്തിന്റെ അതിർത്തിക്ക് വന്നപ്പോ ഒരു മുതലാളിയെയും ഒരു പാമ്പിനെയും ഒരു സർപ്പത്തെയും ഒന്നിച്ചു കണ്ടാൽ നിങ്ങൾ മുതലാളിയെ വെറുതെ വിട്, നിങ്ങൾ പാമ്പിനെ വെറുതെ വിട്, ആ മുതലാളിയെ അടിച്ചു കൊല്ലുക എന്നതാകണം നമ്മുടെ നയമെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പഠന പരിശീലനങ്ങളിൽ അവർ പ്രചരിപ്പിക്കാറുണ്ട്, അവർ പരിശീലിപ്പിക്കാറുണ്ട്. ഒരു മനുഷ്യന്റെ സാമ്പത്തികമായ ഉന്നതിയെ നമ്മൾ കാണുന്നത് ദൈവികമായ അനുഗ്രഹമായിട്ടാണ്. നമ്മൾ കാണുന്നത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായും അവന്റെ മനുഷ്യരുടെ വികാസമായിട്ടാണ്, സമൂഹത്തിന്റെ വികാസമായിട്ടാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അശ്ലീലമാണ്. സമൂഹത്തിലെ, ഭൂമിയിലെ ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് ഈ മുതലാളിമാരാണ്. പക്ഷെ ഇന്ന് CPM അകപ്പെട്ടിരിക്കുന്ന ആത്മപ്രതിസന്ധി എന്ന് പറയുന്നത്, അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുതലാളിത്തവുമായുള്ള ബാന്ധവമാണ്, അവരുമായുള്ള വേഴ്ചയാണ് എന്ന് CPMനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. എല്ലാ കേന്ദ്രങ്ങളിലും എന്തേ ബംഗാളിൽ നിന്ന് CPM ഒരു ഓർമ്മയായത്? അവിടെ അബ്ദുൾ റസാഖുമാരുടെ മൃതദേഹത്തിന്റെ മുന്നിൽ അതിൽ നിന്ന് പുറത്തു വന്ന പ്രതിഷേധത്തിന്റെ ആത്മാക്കളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് CPMനെ പുറത്താക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ടാറ്റയ്ക്ക് വേണ്ടി, ബിർളക്ക് വേണ്ടി, റിലയൻസിന് വേണ്ടി മിഡ്നാപൂരിലെ, മദീനാപുരിയിലെ, സിന്ദൂരിലെ മിഡ്നാപൂരിലെ മനുഷ്യരെ കൂട്ടമായി ആട്ടിയൊഴിപ്പിക്കുകയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണകൂടം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ, ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാജ്യം, ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ സംസ്ഥാനം ബംഗാളായിരുന്നു. ആരുടെ ബംഗാൾ? മമതാ ബാനർജിയുടെ ബംഗാളല്ല, ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ബംഗാൾ. ലോകത്തിലെ കുത്തക മുതലാളിമാരെ മുഴുവൻ ചുവപ്പ് പരവധാനി വിരിച്ച് അവർ ബംഗാളിലേക്ക് കൊണ്ടുവന്നപ്പോ അടിസ്ഥാന വർഗത്തെ മറന്നുപോയി. ആശാവർക്കർമാരുടെ ഒരു പുതിയ കത്തില്ലേ കേരളത്തിലെ സിനിമാ നടന്മാർക്ക്? കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന പെരും നുണ പിണറായി വിജയൻ പറയുമ്പോ അത് ഏറ്റുപറയാൻ നിങ്ങൾ പോകല്ലേ എന്ന് മോഹൻലാലിനോട്, മമ്മൂട്ടിയോട്, ഇവിടുത്തെ സിനിമാ സെലിബ്രിറ്റികളോട് കേരളത്തിലെ ആശാവർക്കർമാർ പറയുകയാണ്. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം
ആരാണ് ഒരു ഭരണകൂടത്തെ, ഒരു ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്നത്? ഈ മെഷീനറിയെ താഴേക്ക് എത്തിക്കുന്ന ഗ്രാസ് റൂട്ട് ഗ്രൂപ്പാണ് അവർ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന വിഭാഗമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാഥമികമായി ബാധ്യതയുള്ള കൂട്ടരാണത്. പക്ഷേ അവരെ മറന്നുകൊണ്ട്, അവർക്ക് വേണ്ടി അവരോട് മര്യാദക്ക് സംസാരിക്കാൻ പോലും സമയം ചെലവഴിക്കാതെ അവർ ന്യായങ്ങൾ നിരത്തുകയായിരുന്നു. എന്താ പിണറായി പറഞ്ഞത്? ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ആശാ വർക്കർമാർക്ക് നമ്മൾ വേതനം കൊടുക്കുന്നു എന്നതാണ്. സാങ്കേതികമായി ഇത് ശരിയാണ്. പക്ഷെ പിണറായി, ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ദിവസക്കൂലി, ദിവസത്തിന്റെ വേതനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് കേരളത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡാറ്റ വെച്ച് ആശാ വർക്കർമാർ അതിനെ ചോദ്യം ചെയ്തു. പക്ഷേ പിണറായിയുടെ കർണപുടം ആശാ വർക്കർമാർക്ക് കാരുണ്യത്തോടെ തുറന്നില്ല എന്ന് നമ്മൾ വേദനയോടെ മനസ്സിലാക്കുകയാണ്. ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിസ്ഥാന വർഗത്തിന്റെ കൂടെ ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും ഈ ഇരട്ട നിലപാടാണ്. വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ഇരയുടെ കൂടെ മോങ്ങുകയും ചെയ്യുക എന്നതാണ് ഇവിടുത്തെ മുതലാളിമാരോട് മാത്രമല്ല, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർത്തുന്നത് എന്ന് സമീപകാലത്തെ ഉദാഹരണങ്ങൾ നിരത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ പ്ലാച്ചിമടയിൽ കൊക്കക്കോള എന്ന് പറയുന്ന ആ കമ്പനി പെരുമാട്ടി പഞ്ചായത്തിലാണ് ആ കമ്പനി പ്രവർത്തിച്ചത്. ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ പുളിക്കലിലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ വാർത്തകൾ വായിച്ചപ്പോ, അബ്ദുൾ റസാഖിനെ ഓർത്തപ്പോ എന്റെ മനസ്സിലേക്ക് കയറി വന്നത് ഒരു സമരനായികയുടെ പേരാണ്. മൈലമ്മ എന്നാണ് ആ അമ്മയുടെ പേര്. ആ സമരനായികയുടെ പേര് ഞങ്ങളുടെ കുളങ്ങൾ, ഞങ്ങളുടെ കിണറുകൾ, ഞങ്ങളുടെ കുടിനീരിലേക്ക് ലോകത്തിലൊരു കുത്തക കമ്പനി മാലിന്യം കലർത്താൻ കടന്നു വന്നപ്പോ ഒരമ്മ പ്രതിഷേധിക്കുകയാണ്. ഒരു കവിയെയും കാത്തു നിൽക്കാതെ, ഒരു സാഹിത്യകാരനെയും കാത്തു നിൽക്കാതെ, ഒരു രാഷ്ട്രീയ മുഖ്യധാര സംഘടനകളെയും കാത്തു നിൽക്കാതെ അവർ സമരത്തിനിറങ്ങി. ആ സമരത്തിനിറങ്ങിയപ്പോ പെരുമാട്ടി പഞ്ചായത്തിനെതിരെയായിരുന്നു അവരുടെ സമരം എന്ന് നിങ്ങൾ ഓർക്കണം. പുളിക്കൽ പഞ്ചായത്തിനെതിരെ അബ്ദുൾ റസാഖ് കലഹിച്ച പോലെ മൈലമ്മ എന്ന് പറയുന്ന സമരനായിക പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ കൊക്കക്കോള കമ്പനിക്കെതിരെ ഒറ്റയാൾ പ്രതിഷേധമായി കയ്യിൽ പിടിച്ച കുടിവെള്ളത്തിന്റെ കുടവുമായി അവർ കലഹിച്ചു. ആ കലഹിച്ച കാലത്ത് CPM-ന്റെ ഭരണകൂടം, പഞ്ചായത്ത് ഭരണസമിതി ആ അമ്മയുടെ ശബ്ദം കേൾക്കാൻ സമ്മതിച്ചില്ല. ഞാൻ പറയുന്നത് പുളിക്കലിലെ മാത്രം പ്രാദേശിക പ്രശ്നമല്ല ഇതെന്നാണ് പറയുന്നത്. ഇത് CPM-ന്റെ ജാതക പ്രശ്നമാണ്. ഇത് CPM-ന്റെ ജനിതക പ്രശ്നമാണ്. ആ ജാതക പ്രശ്നം, ജനിതക പ്രശ്നം ഏറ്റവും പുതിയതായി RSS-ന്റെ ശാഖകളുടെ നടത്തിപ്പ് കേന്ദ്രങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നതിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ CPM-നെതിരെ കലഹിക്കുമ്പോൾ ഏതു കാലത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ RSS-ഉമായി, BJP-യുമായി, സംഘ് പരിവാരത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി നിങ്ങൾക്ക് അവിഹിതമായ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെ കേവലം രാഷ്ട്രീയ ആരോപണമായി കാണുന്നവർ ഉണ്ടോ ഇവിടെ? എങ്കിൽ PM ശ്രീ എന്ന പദ്ധതിയാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. PM ശ്രീ എന്ന പദ്ധതി ഇന്ത്യയിലെ 14,500 സ്ഥാപനങ്ങളെ RSS-ന്റെ ശാഖകൾ നടപ്പിലാക്കാൻ, ക്യാച്ച് ദം യങ്, RSS-ന്റെ ഐഡിയോളജിയാണ്. ഗോൾവാൾക്കറിന്റെ ടെക്സ്റ്റാണ് RSS-ന്റെ അടിസ്ഥാന പുസ്തകം എന്ന് പറയുന്നത്. വിചാരധാര, ബഞ്ച് ഓഫ് തോട്ട്സ് 19, 20, 21 അധ്യായങ്ങളിൽ വിചാരധാര കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന ശത്രുക്കൾ നമ്പർ 1 മുസ്ലിങ്ങളാണ്, നമ്പർ 2 ക്രിസ്ത്യാനികളാണ്, നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. 25-ാമത്തെ അധ്യായത്തിൽ ബഞ്ച് ഓഫ് തോട്ട്സ് വിശദീകരിക്കുന്നുണ്ട്, അധ്യാപകരെ RSS-ന്റെ ഹിന്ദുത്വ രാഷ്ട്രത്തെ നടപ്പിലാക്കാൻ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ബാധ്യത അധ്യാപകരായ നിങ്ങൾക്കാണ്. അധ്യായം 45-ൽ എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെഴുതാം എന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദീർഘകാലമായ പദ്ധതിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും അംഗനവാടി വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് RSS-നെ മനസ്സിലാകും, അവരുടെ അജണ്ടകളെ മനസ്സിലാകും. പക്ഷെ ശിവൻകുട്ടിക്ക് മനസ്സിലാകുന്നില്ല, CPM-ന് മനസ്സിലാകുന്നില്ല, പിണറായി വിജയന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, നിങ്ങൾ ഉറങ്ങുകയല്ല, നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്. RSS-നെതിരെ വിരൽ ചൂണ്ടിയാൽ മകനെയും അച്ഛനെയും പിടിച്ചു കൊണ്ടുപോകുമെന്ന ഭയമാണ് നിങ്ങൾ നാഗ്പൂരിലെ RSS-ന്റെ കാക്കി ട്രൗസറിലേക്ക് കേരളത്തെ 4ആയി മടക്കി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അജണ്ട എന്ന് ഈ അവസരത്തിൽ നമ്മൾ വേദനയോടെ തിരിച്ചറിയുകയാണ്. ഗുജറാത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യായം നമ്മുടെ പുളിക്കൽ പഞ്ചായത്തിലേക്ക് വരികയാണ്, നമ്മുടെ കൊണ്ടോട്ടിയിലേക്ക് വരികയാണ്. നമ്മുടെ വിദ്യാഭ്യാസം
നമ്മുടെ വിദ്യാഭ്യാസം കാവ്യവൽക്കരണത്തിന്റെ കേന്ദ്രമാകാൻ, നമ്മുടെ സ്കൂളുകളെ RSSന്റെ ശാഖക്ക് സമാനമായി അവരെ വളർത്തിയെടുക്കാനുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ഗുജറാത്തിലെ സാമൂഹിക പാഠപുസ്തകത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് RSSന്റെ തീരുമാനമാണ്. ഇനി അറിയേണ്ടത് ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വിശദീകരിക്കുക എന്ന ചോദ്യമാണ് ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തെ RSSന് തീരെഴുതി കൊടുക്കുന്ന അജണ്ടയിൽ CPM കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് എത്രമേൽ ദുഃഖകരമായ, എത്രമേൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദിയാണിത്. 1948 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഒരു ദയയും ഈ രാജ്യത്തിലെ മതേതര പാർട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടിയ ബോണസാണ്, കിട്ടുമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി. മുസ്ലിം ലീഗ് പാർട്ടി എന്തിനാണ്? നിങ്ങൾക്കിത് പിരിച്ചുവിട്ട് രാജ്യത്തിലെ മതേതര പാർട്ടികളിൽ അംഗമായിക്കൂടെ എന്ന ചോദ്യത്തിന് മഹാനായ ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, അങ്ങനെ അംഗമായാൽ ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നു സ്വാഭാവികമായി സംഭവിക്കുമെന്ന്. ആക്സിഡന്റലി ഹാപ്പൻഡ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ സംഭവിക്കില്ല. ഡെലിബറേറ്റ്ലി ഹാപ്പൻഡ്, ബോധപൂർവം മാത്രമേ സംഭവിക്കൂ. 1948 ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ആ സംഭവത്തെ 2025 കൊട്ടപ്പുറം മുസ്ലിം ലീഗിന്റെ മേഖലാ സമ്മേളനം, ഈ കൊണ്ടോട്ടിയുടെ മണ്ണ് ഇസ്മായിൽ സാഹിബിനെ വരവേറ്റ മണ്ണാണ്. CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഇടിമുഴക്കം സമാനമായ പ്രസംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. പ്രിയപ്പെട്ട സീതി ഹാജിയുടെ തട്ടകമായിരുന്നു ഈ മണ്ണ് എന്നോർക്കുന്നു. ബാഫഖി തങ്ങളെയും പൂക്കോയ തങ്ങളെയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും കണ്ട തലമുറയാണ് എന്റെ മുമ്പിലിരിക്കുന്നത് എന്നോർമ്മയിൽ ഞാൻ ഈ സമ്മേളനത്തിൽ നിന്ന് നമ്മളൊന്ന് പുറകോട്ട് നടക്കുമ്പോ, അവരെ ഏറ്റെടുക്കുമ്പോ എന്താ നമ്മളോട് പറഞ്ഞത് നമ്മുടെ നേതാക്കൾ? പഞ്ചായത്തിൽ നമുക്ക് പ്രാതിനിധ്യം വേണം. CPMന്റെ ഭരണം വരുമ്പോ അത് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഇവിടുത്തെ മതേതര പാർട്ടികൾ അത് ദയാവായ്പോടെ നമുക്ക് നൽകുമെന്ന് കരുതരുത്. നിങ്ങൾ അറിയണം, ഇന്ത്യ രാജ്യത്തിലെ മൊത്തം MP-മാർ 538 MP-മാരുള്ള ഇന്ത്യയുടെ പാർലമെന്റിൽ ഇപ്പോൾ എത്ര MP-മാരാണെന്ന് നിങ്ങൾക്കറിയോ? വെറും 24 MP-മാരാണ്. 24 MP-മാർ. ആ 24 MP-മാരുള്ള പാർട്ടി ഇന്ത്യയുടെ പാർലമെന്റാണ് ഇപ്പോഴുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യം ഭരിക്കുന്ന BJP, ആ BJP-യിൽ നിന്ന് ഒരു MP പോലും ഇന്ത്യയുടെ പാർലമെന്റിലില്ല. ഒരു MP പോലും രാജ്യത്തിന്റെ പാർലമെന്റിലില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? നമ്മൾ എന്താ കരുതേണ്ടത്? ഈ രാജ്യത്തിലെ മതേതര പാർട്ടി നെഹ്റുവിനോട് പറഞ്ഞില്ലേ ഇസ്മായിൽ സാഹിബ്, ബോധപൂർവമായ ഒരു ശ്രമം, അതാണ് IUML. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതേതര പാർട്ടികൾ, ഇവിടുത്തെ അൾട്രാ സെക്യുലർ പാർട്ടികൾ ഞങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തളികയിൽ വെച്ച് കോളിംഗ് ബെല്ലടിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തിക്കും, അടുക്കളയിലെത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതിനുവേണ്ടി ന്യായമായി ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും എന്ന് പറഞ്ഞ ഇസ്മായിൽ സാഹിബിന്റെ വാക്കിനെ നമ്മൾ ഡാറ്റ വെച്ച് പരിശോധിക്കുമ്പോ ഇന്ത്യ രാജ്യത്തിലെ 4123 MLA-മാരുണ്ട്. 30 സംസ്ഥാനങ്ങളിലെ MLA-മാർ, കേരളത്തിലെ 140 അടക്കം ഓരോ സംസ്ഥാനത്തെയും MLA-മാരുടെ കണക്കെടുത്താൽ 4123 MLA-മാരാണ്. അറിയുമോ? കോട്ടപ്പുറത്തെ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവരെ, ലീഗ് രാഷ്ട്രീയത്തിന്റെ ഓരം ചുറ്റി നടക്കുന്നവരെ, ഈ നിയോജക മണ്ഡലത്തിലെ MLA ലീഗാണ്. ഈ നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലത്തിലെ പാർലമെന്റ് MP-യും ലീഗാണ്. ഇതൊരു അപൂർവതയാണ് ഇന്ത്യയിൽ. ഇതൊരു അപൂർവതയാണ്. നിങ്ങൾക്കിത് സ്വാഭാവികതയാണ്, നമുക്കിത് സ്വാഭാവികതയായത് ഇത് അസ്വാഭാവികമായ ഒരു കാലത്ത് നമ്മുടെ പൂർവികർ സകലം ത്യജിച്ച് ഈ മണ്ണിലിറങ്ങിയത് കൊണ്ടാണ്. പക്ഷേ ഇന്ത്യക്ക് ഇത് സ്വാഭാവികതയല്ല. 4123 MLA-മാരിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ വെറും 296. 30 കോടി മുസ്ലിങ്ങളുള്ള രാജ്യത്തിലെ പ്രബലമായ ന്യൂനപക്ഷം, ആ പ്രബലമായ ന്യൂനപക്ഷത്തിന് 1 കോടി ഒരു MLA എന്ന മട്ടിൽ 300 MLA-മാര് വേണം. ഇല്ല, നമുക്കുള്ളത് 296 MLA-മാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 50% കുറവുണ്ട് എന്ന് നിങ്ങൾ, അർഹതപ്പെട്ടതില്ലെന്ന് 50% കുറവ് നമ്മൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ പ്രാദേശിക ലോക്കൽ ബോഡിയിൽ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ, ഇവിടുത്തെ കോർപ്പറേഷനുകളിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം തുലോം തുച്ഛമാണ്. രാജ്യം ഭരിക്കുന്ന BJP-യുടെ ക്യാബിനറ്റിൽ ഒരു മുസ്ലിം മന്ത്രി പോലുമില്ല.
ലീഗ് വേണോ? ലീഗ് വേണോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഷ്ട്രീയം മറക്കുന്ന സമയമാണ്. നമുക്ക് പല സോഫ്റ്റ് കോർണറും നമ്മുടെ മനസ്സിൽ ഉണരും. അയൽപക്കത്തോടുള്ള ബന്ധം, കുടുംബക്കാരോടുള്ള ബന്ധം, നമ്മുടെ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ അവരുമായുള്ള ബന്ധം, കച്ചവട ബന്ധത്തിലുള്ള വല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായുള്ള ബന്ധം, അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാണ്, രാഷ്ട്രീയം കുടുംബ ബന്ധത്തിനപ്പുറമാണ്, രക്തബന്ധത്തിനപ്പുറമാണ്, നമ്മുടെ സോഫ്റ്റ് കോർണറുകൾക്ക് അപ്പുറമാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി, നമ്മുടെ പ്രിയ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഷമീറും ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യും. അതിനപ്പുറമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, no Muslim MP from the ruling party, no Muslim minister in union cabinet. IUML വേണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം എവിടെ? പാർലമെന്റിൽ, എവിടെ? നിയമസഭയിൽ, എവിടെ? അസംബ്ലിയിൽ, എവിടെ? ജില്ലാ പഞ്ചായത്തിൽ, എവിടെ? ബ്ലോക്ക് പഞ്ചായത്തിൽ, എവിടെ? പഞ്ചായത്തിൽ ഉറപ്പുവരുത്താൻ. ഇതൊരു തമാശയായി കരുതിയ ഒരു കാലം. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ന്യൂനപക്ഷങ്ങൾ വരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ന്യൂനപക്ഷങ്ങൾ വരും. അതാതുകാലത്ത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് MP മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും എന്ന പ്രതീക്ഷ നല്ലതാണ്. പക്ഷേ ഞങ്ങളുടെ നേതാക്കന്മാർ കാലത്തിനും അതീതമായി, കാലാതീതമായി കാര്യങ്ങളെ കാണാനുള്ള പ്രവചനശേഷിയുള്ള മഹാനേതാക്കന്മാർ, ജാജ്വല്യമാനരായ നേതാക്കന്മാർ, കാലാതീതമായി കാര്യങ്ങളെ പ്രവചിക്കാൻ കരുത്തുള്ള മഹാനേതാക്കന്മാർ നയിച്ചതുകൊണ്ട് അവർ പറഞ്ഞു, ഇല്ല കേട്ടോ, ആക്സിഡന്റലി സംഭവിക്കില്ല, നിങ്ങൾ സ്വാഭാവികമായി ബോധപൂർവമായി അതിന് ശ്രമിച്ചാൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് പറയുമ്പോ ഈ ഡാറ്റ നമ്മളെ ഭയപ്പെടുത്തുന്നില്ലേ? ലീഗ് ശരിയാണ്, ഇത് ഭയപ്പെടുത്തുമ്പോൾ തന്നെ ലീഗ് ശരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ലേ? ക്യാബിനറ്റിൽ ഒരു മന്ത്രി പോലും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർന്നില്ല. നോ മുസ്ലിം മിനിസ്റ്റർ ഇൻ BJP റൂൾഡ് സ്റ്റേറ്റ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൽ മന്ത്രിയില്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മന്ത്രിമാരില്ല. എവിടെ? രാജസ്ഥാനിൽ മന്ത്രിയില്ല, മധ്യപ്രദേശിൽ മന്ത്രിയില്ല, ഗുജറാത്തിൽ മന്ത്രിയില്ല, ഒഡീഷയിൽ മന്ത്രിയില്ല, ഛത്തീസ്ഗഡിൽ മന്ത്രിയില്ല, ഹരിയാനയിൽ മന്ത്രിയില്ല, അസാമിൽ മന്ത്രിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സംസ്ഥാനങ്ങളിൽ ഞാൻ ഏറ്റവും വായിച്ച അസാം എത്ര ശതമാനം അറിയോ നിങ്ങൾ? 40% മുസ്ലിങ്ങളാണ്. 40% മുസ്ലിങ്ങളുള്ള ആസാമിൽ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരികമായ രാഷ്ട്രീയ ശബ്ദം കരുത്തുള്ളത് ഇല്ല. അവിടെ മുസ്ലിം മന്ത്രിയില്ല, നമുക്ക് പ്രാതിനിധ്യമില്ല. ഞങ്ങൾ ഏറ്റവും അവസാനമായി പോയത്, മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രതിനിധി സംഘം അവസാനമായി പോയത് അസാമിലാണ്. അസാമിലെ അഭയാർത്ഥി ക്യാമ്പിലാണ്. അഭയാർത്ഥി ക്യാമ്പിലെ ബോൽപ്ര ജില്ലയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പോലീസ് നിരന്തരമായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ആ ബാരിക്കേഡുകളെ തന്ത്രപൂർവം കവച്ചു വെച്ച് ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ എത്തുകയാണ്. അവിടെ 300 കുടുംബങ്ങളുടെ വീടുകൾ ബുൾഡോസർ എടുത്തിട്ടുണ്ട്. 100 കുടുംബങ്ങളുടെ വീടുകൾ എന്ന് പറയുമ്പോ ഓലമേഞ്ഞ വീടാണെന്ന് ചിന്തിക്കല്ലേ. പുതിയ റിയൽ എസ്റ്റേറ്റ് ആർക്കിടെക്ചർ ഭാഷയിൽ പറഞ്ഞാൽ 4 BHK, 4 കിടപ്പുമുറികൾ, അടുക്കളയുള്ള ആധുനിക രീതിയിലുള്ള കൊണ്ടോട്ടിയിലെ കൊട്ടപ്പുറത്തെ മനുഷ്യരെ നിങ്ങൾ പാർക്കുന്ന വീട് പോലെ 55 വയസ്സുള്ള സുലൈമാൻ അലി ഞങ്ങളോട് പരിഭവം പറയുകയാണ്. 55 വയസ്സുള്ള സുലൈമാൻ അലി ഞങ്ങളോട് പരിഭവം പറയുകയാണ്. ഫാർമ കമ്പനിയിലെ സെയിൽസ് മാനേജറാണ് സുലൈമാൻ അലി. ഞങ്ങൾക്കൊരു മുൻവിധിയുണ്ട്. നമുക്കൊരു മുൻവിധി പോയാൽ എല്ലാ മനുഷ്യരും നാടോടികളെ പോലെയാണ്, എല്ലാ മനുഷ്യരും വിദ്യാസമ്പന്നരല്ല. 55 വയസ്സുള്ള സുലൈമാൻ അലി എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലത്ത് 55 വയസ്സുള്ള സുലൈമാൻ അലി എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലത്ത് വേറൊരു അപൂർവമായ ഒരു ഡിഗ്രിയും ഞങ്ങൾ അവിടുന്ന് കേട്ടു. BSc PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നമ്മളൊക്കെ പഠിക്കുമ്പോ ഇതിന്റെ ഡീസെൻട്രലൈസേഷൻ നടന്നിട്ടുണ്ട്. BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc മാത്സ്, ചിലപ്പോൾ ഡബിൾ മെയിൻ ഉണ്ടാവാറുണ്ട്. അവിടുന്ന് പോയി ഞാൻ ഈ കൊണ്ടോട്ടി, എനിക്ക് തോന്നുന്നു നമ്മുടെ സാഫി കോളേജ് ഈ മണ്ഡലത്തിലാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാലയം വാഴിയൂരിലെ സാഫി കോളേജ്. അവിടെ അത്യപൂർവമായ കോഴ്സുകളുണ്ട്. മൈക്രോബയോളജി പോലെ, ബയോ ടെക്നോളജി പോലെ അത്യപൂർവം. ഞാൻ വന്ന വീടുകൾ അടിച്ചു നിരപ്പാക്കി ടാർപോളിൻ ഷീറ്റിന്റെ താഴെ ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യരുടെ പ്രൊഫൈലാണിത്. അവരുടെ വ്യക്തിപരമായ അവരുടെ പ്രൊഫഷൻ, അവരുടെ കരിയർ, അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന 55-60 വയസ്സുള്ളവർ എത്ര പേർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്.
പക്ഷെ എത്ര സുരക്ഷിതത്വത്തോടെയാണ്. ഫാർമ കമ്പനിയുടെ സെയിൽസ് മാനേജറുടെ സാലറി സ്ലിപ്പുണ്ട് അവരുടെ കയ്യിൽ, അതിന്റെ ID കാർഡുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് അവൻ ഒരു സിറ്റിസൺ ആകണം, പൗരനാവുക എന്നുള്ളതാണ്. പൗരത്വമാണ്. പൗരത്വം എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ബുദ്ധിജീവി സെമിനാറിലെ വാക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. ഗൾഫുകാർക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എന്താ പൗരത്വം എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ ദുബായിൽ പോകുന്ന, വിദേശത്ത് പോകുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന ആളുകളുടെ സംസാരത്തിലെ വൊക്കാബുലറിയിലെ നിങ്ങളുടെ പദാവലികളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് ഇഖാമ. ഇഖാമ കിട്ടിയില്ല എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിരന്തരമായി വരുന്നതാണ്. എന്താ ഇഖാമ? അത് പൗരത്വമാണ്, സിറ്റിസൺഷിപ്പാണ്. അറബിയും അനറബിയും തമ്മിലുള്ള വ്യത്യാസം ഒരു കടലാത്തിസിന്റെ വ്യത്യാസമാണ്. പക്ഷേ ആ വ്യത്യാസം ഒരു രാത്രിയും ഒരു പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ പൗരത്വം നമുക്കത് ഉണ്ടായില്ല. കാരണം ബൈ ബർത്ത് നമുക്കതുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു, എന്ന് നമ്മൾ വിചാരിച്ചു. ആ വിചാരത്തിന്റെ മുകളിൽ 2025 മോഡി ഇതാ ഒരു സിഗ്നൽ അടിച്ചിരിക്കുന്നു. ബൈ ബർത്ത് കിട്ടും. ആർക്ക്? ഹിന്ദുവിന് കിട്ടും. ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് ആർക്ക് കിട്ടും? ക്രിസ്ത്യാനിക്ക് കിട്ടും, സിഖുകാരന് കിട്ടും, ജൈനന് കിട്ടും, ബൗദ്ധന് കിട്ടും. മുസ്ലിങ്ങളെ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല കേട്ടോ. കൊട്ടപ്പുറത്തെ മുസ്ലിങ്ങളെ, കൊണ്ടോട്ടിയിലെ മുസ്ലിങ്ങളെ, മലപ്പുറത്തെ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, നിങ്ങൾക്കതില്ല കേട്ടോ എന്നതാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ മേശപ്പുറത്തുള്ള അവസാനത്തെ ഓർഡിനൻസ്, അവസാനത്തെ പ്രഖ്യാപനം, അവസാനത്തെ ആജ്ഞ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നിഷേധിക്കപ്പെട്ടത് നമ്മുടെ മുന്നിൽ ഒരു സങ്കല്പമാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി. ഒരു സംസ്ഥാനത്തെ മനുഷ്യർ മുഴുവൻ 300 വീടുകൾ ബുൾഡോസർ എടുക്കപ്പെട്ട വീടുകളിലെ മനുഷ്യർ സ്വകാര്യ വ്യക്തിയുടെ പാടത്തെ ചെളിയിൽ ടാർപോളിൻ ഷീറ്റ് കെട്ടി അതിന്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരെ ഞങ്ങൾ കണ്ടു. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് പ്രകാരം, സാദിഖ് അലി തങ്ങൾ കൽപ്പിച്ചത് പ്രകാരം, മുസ്ലിം ലീഗിന്റെ നാഷണൽ അസൈൻമെന്റ് പ്രകാരം ഞങ്ങൾ പോയതാണ്. തിരികെ വരുമ്പോ 12:30 മണിയാണ് ഉച്ചക്ക്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് ഞങ്ങളെ പൊക്കിയെടുക്കുമെന്ന്. പൊക്കിയെടുത്താൽ UAPA ആണ്. അതുകൊണ്ട് സുരക്ഷിതമായി നമ്മൾ തിരിച്ചു വരണം. ഞങ്ങളുടെ കയ്യിലൊന്നും മൊബൈൽ ഫോണില്ല. ഹോട്ടലിൽ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഓണാക്കി അവിടുത്തെ പോലീസിനെ മിസ്ഗൈഡ് ചെയ്ത് പോകേണ്ടി വന്നതാണ്. ഞങ്ങൾ തിരിച്ചു വന്ന് തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവർക്ക് ടോയ്ലറ്റ് ഇല്ല, അവർക്ക് ഗുളിക വേണം, അവർക്ക് മരുന്ന് വേണം, അവർക്ക് കിടക്കാൻ പായ വേണം, തലയണ വേണം. ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ അവർക്ക് ഫാൻ വേണം, അവർക്ക് കൂളർ വേണം. ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം പറ, 1500 പേര് പാർക്കുന്ന ടെന്റില് ഒറ്റ ടോയ്ലറ്റ് ആണ് എന്ന് നിങ്ങൾ കരുതണേ. രാഷ്ട്രീയം ഈ കൊട്ടപ്പുറത്തങ്ങാടിയിലെ പച്ചക്കറിക്കടയിലെ തക്കാളിയുടെ വിലയാണ്, ഉള്ളിയുടെ വിലയാണ് എന്ന് കരുതുന്നവരുണ്ടോ? അല്ല. രാത്രി തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ വിരിച്ച പായയിൽ കിടന്നുറങ്ങണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് രാഷ്ട്രീയമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. അത് നമ്മുടെ കാരണവന്മാർക്ക് മനസ്സിലായി. പച്ച ബെൽറ്റ് കെട്ടിയ കള്ളിമുണ്ടെടുത്ത കൊണ്ടോട്ടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ തലമുറ, ബാഫക്കി തങ്ങളുടെ കന്തൂറയുടെ മുന്നിലെ, പ്രിയപ്പെട്ട പൂക്കോയ തങ്ങളുടെ സൂര്യമുഖത്തിന്റെ മുന്നിലെ, പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഇടിമുഴക്കങ്ങൾക്ക് സമാനമായ വാക്കുകൾക്ക് മുമ്പില് അനുസരിച്ചു തങ്ങളെ, അനുസരിച്ചു CH എന്നവർ പറഞ്ഞു. അങ്ങനെ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോയി. അവരുടെ മകന് പോളിടെക്നിക്കൽ സീറ്റ് കിട്ടാനല്ല, അവരുടെ വീടുകൾക്ക് അവരുടെ പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടാനല്ല. ഈ നേതൃത്വം പറയുമ്പോ അന്തസ്സായ ഒരു ജീവിതം, അതാ പറഞ്ഞത്, അന്തസ്സായ ജീവിതം. വീടിന്റെ മുന്നിലൂടെ പോകുന്ന റോഡിന്റെ ടാറിനെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് അന്തസ്സായ ജീവിതം. ലീഗിന്റെ അനൗൺസ് ചെയ്യുമ്പോ, ലീഗിന്റെ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം നടത്തുമ്പോ, വേദിയിൽ നന്ദി പ്രസംഗം നടത്തുമ്പോൾ, നമ്മുടെ പോലുള്ള ആളുകളൊക്കെ മുഖ്യ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്ന ഒരു കീവേഡ് ദ ഓണറബിൾ എക്സിസ്റ്റൻസ് എന്നാണ്. അഭിമാനകരമായ അസ്തിത്വം എന്നാണ്. അഭിമാനകരമായ അസ്തിത്വം. പൗരത്വം ഈ ഓണറബിൾ എക്സിസ്റ്റൻസ് പോരാ. മോഡി പറയുന്നുണ്ട് എക്സിസ്റ്റൻസ് അലൗഡ്, അയിമൊന്നും ചോദ്യമില്ല. എങ്ങനെ? ബീയിങ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ, രണ്ടാം പൗരന്മാരായി നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാം. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ബൈലോ, ലീഗിന്റെ സ്ലോഗൻ, എന്തിനാ UML എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് പാരഗ്രാഫിൽ ഉത്തരം പറയണ്ട, 500 വാക്കിൽ ഉത്തരം പറയണ്ട, പാതിരാവോളം പ്രസംഗിക്കണ്ട. ഒറ്റ കീവേഡിൽ ഞങ്ങൾക്ക് IUM ജസ്റ്റിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ഫോർ ജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ,
It is not just for roads. It is not just for physical amenities. It is for not just existence. അത് കേവലം റോഡിനല്ല, പാലത്തിനല്ല, തോടിനല്ല, ആശുപത്രിക്കല്ല, വിളക്കുകാലിനല്ല. അത് കേവലം നിലനിൽപ്പിനുമല്ല. പിന്നെയോ the honorable existence, അന്തസ്സോടെയുള്ള നിലനിൽപ്പ്. നമ്മൾക്ക് അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് അതല്ലേ? അല്ലാഹുവേ, ഇസ്സത്തോടെ നിലനിൽക്കാൻ പറ്റണേ, അഭിമാനത്തോടെ നിലനിൽക്കാൻ പറ്റണേ. മുസ്ലിം ലീഗിന്റെ ഫിലോസഫി ഈ ഇസ്സത്താർന്ന നിലനിൽപ്പാണ്, ഈ അന്തസ്സാർന്ന നിലനിൽപ്പാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്, ഗസക്കാരെ, ഞാനൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് പറയാം, ഒരു ടൗൺഷിപ്പ് പറയാം, നിങ്ങൾക്ക് അവിടെ പോയി പാർക്കാം. അത് ഹമാസ് അംഗീകരിച്ചാൽ, അത് PLO അംഗീകരിച്ചാൽ, പിന്നെ ഇസ്രയേലിന്റെ ക്ലസ്റ്റർ ബോംബുകളില്ല, പിന്നെ ഇസ്രയേലിന്റെ നാപ്പാം ബോംബുകളില്ല. എന്തേ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്നത്? അവിടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഓണറബിൾ എക്സിസ്റ്റൻസ് ഇല്ല. ഓണറബിൾ എക്സിസ്റ്റൻസ് ഇല്ല. എനിക്കിത് മനസ്സിലാക്കുന്നത്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA കഴിഞ്ഞു, സോഷ്യോളജി കഴിഞ്ഞു, ആന്ത്രോപോളജി പഠിച്ചു, ഞാൻ LLB കഴിഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മുസ്ലിം ലീഗിന്റെ പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട സാജു ഈ വേദിയിലുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലാകും. പ്രിയപ്പെട്ട സമീറുണ്ട് ഇവിടെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിയും ബിസിനസ് അക്കൗണ്ട്സും ഒക്കെ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടെർമിനോളജി മനസ്സിലാകും. പക്ഷേ ഇത് മനസ്സിലായത് നമുക്കല്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പമാർക്കാണ്, നമ്മുടെ പ്രിയപ്പെട്ട വല്യാപ്പമാർക്കാണ്. അവരാണ് നമ്മുടെ നേതാക്കന്മാർക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആസാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 12:30 മണിക്ക് കത്തുന്ന സൂര്യന്റെ താഴെ ഞങ്ങൾ ആ മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ടോയ്ലറ്റ് ഇല്ല, കിടക്കാൻ പായയില്ല, കാറ്റുകൊള്ളാൻ ഫാനില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല, കുടിക്കാൻ മരുന്നില്ല. അവര് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ എന്നാണ് ചോദിച്ചത്. അന്നത്തെ ഉച്ചഭക്ഷണം ആ മനുഷ്യർക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ നേതാക്കളും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് ഭക്ഷണം സജ്ജീകരിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ്. ആസാമിലാണ്. ആസാം BJP ഭരിക്കുമ്പോ അവിടെ മിനിസ്റ്റർ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഹേമന്ത് ബിശ്വ ശർമ്മ അടുത്ത ദിവസം പറയാണ്, ലീഗിന്റെ പ്രതിനിധി സംഘം ഇവിടെ വന്നിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം ഞങ്ങളുടെ റഡാലിൽ അവിടെ ഉണ്ട് എന്ന് ഹേമന്ത് ബിശ്വ ശർമ്മയുടെ പത്രസമ്മേളനം നടക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു. ഹരിയാനയിലില്ല, ഛത്തീസ്ഗഡിലില്ല, ഒഡീഷയിലില്ല, ഗുജറാത്തിലില്ല, രാജസ്ഥാനില്ല, മധ്യപ്രദേശിലില്ല. സ്വാഭാവികമായി സംഭവിക്കും മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറഞ്ഞവരെ ഞങ്ങൾ കാണുന്നില്ലല്ലോ സുഹൃത്തെ. ഞങ്ങൾ ലീഗ് പിരിച്ചുവിടാ സ്വാഭാവികമായി സംഭവിച്ചാൽ. അപ്പൊ എനിക്കൊരു കൗതുകം, നിങ്ങൾക്കൊക്കെ കൗതുകം ഉണ്ടാവണം. എവിടെങ്കിലും ഒരു മുസ്ലിം മന്ത്രി ഉണ്ടെങ്കിൽ ഓനക്ക് എന്താ പോർട്ട്ഫോളിയോ കൊടുക്കാം, എന്ത് വകുപ്പ് കൊടുക്കും? നമ്മളൊരു ക്ലൂ വെറുതെ വല്ലാതൊന്നും ആലോചിക്കാതെ കൂടുതൽ ചിന്തിച്ചാൽ കിട്ടും നമുക്ക് ആ ഉത്തരം. 3 വകുപ്പ് കൊടുക്കും. ഒന്ന്, ന്യൂനപക്ഷം കൊടുക്കും ഒരു മുസ്ലിം മന്ത്രി, അല്ലേ? പിന്നെ കൊടുക്കൽ എന്താ? ഹജ്ജ് വകുപ്പ് കൊടുക്കും. പിന്നെ കൊടുക്കും വഖഫ്, അല്ലേ? ഈ 3 പോർട്ട്ഫോളിയോക്ക് അപ്പുറം വേറെ ഏതെങ്കിലും വകുപ്പ് കൊടുക്കോ? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഗുജറാത്തിൽ ഹജ്ജ് വകുപ്പില്ലേ, മുസ്ലിം മന്ത്രി ഇല്ല. അപ്പോ ഹജ്ജ് വകുപ്പ് അവിടെ ആരാ കൈകാര്യം ചെയ്യണത്? ന്യൂനപക്ഷ വകുപ്പുണ്ട്, അവിടെ വഖഫ് വകുപ്പുണ്ട്. ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും ആസാമിലും ഹജ്ജ് കൈകാര്യം ചെയ്യുന്നത് ഹജ്ജ് അറിയാത്തവനാണ്. വഖഫ് കൈകാര്യം ചെയ്യുന്നത് വഖഫിനോട് വെറുപ്പുള്ളവനാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത അതിന്റെ ശമ്പളം പറ്റി അതിന്റെ കാറിൽ നടക്കുന്നത് RSSന്റെ മെമ്പർഷിപ്പ് കാക്കി ട്രൗസറിൽ സൂക്ഷിച്ചവനാണ് എന്ന് മനസ്സിലാക്കുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന്റെ ധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി മതേതര പാർട്ടികൾ വരുന്നിടത്ത്, മതേതര പാർട്ടി ഏതാന്നൊക്കെ നിങ്ങളുടെ കോമൺ സെൻസിനോട് ചോദിച്ചോ. എല്ലാ മതേതര പാർട്ടിന്റെ പേരൊന്നും ഇവിടെ നിന്ന് പറയാൻ പറ്റൂല. മതേതര പാർട്ടികൾ ഈ രാജ്യത്ത് വരുമ്പോൾ മുസ്ലിം മന്ത്രിമാരുണ്ടാകാറുണ്ട്, അലങ്കാരത്തിന്, ഒരു ബാലൻസിൽ. ഐസ്ക്രീമിന്റെ മുകളില് ചെറി വെച്ച പോലെ എല്ലാ മതേതര പാർട്ടികളും വെക്കും. എന്നിട്ട് എന്താ കൊടുക്കുക? വഖഫ് കൊടുക്കും, ഹജ്ജ് കൊടുക്കും, മൈനോറിറ്റി കൊടുക്കും. കേരളത്തിൽ ഒരു സംസ്ഥാനത്താണ് ഹജ്ജിനപ്പുറം വഖഫിനപ്പുറം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കാപ്പറ്റ്യത്തിനപ്പുറം ഒരു സംസ്ഥാനത്താണ്. ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ നമ്പർ 2 പദവിയിൽ മൈനോറിറ്റി ഉള്ളത്, ന്യൂനപക്ഷമുള്ളത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരിക്കുമ്പോ കുഞ്ഞുഞ്ഞു മുഖ്യമന്ത്രി നമ്പർ 1 ആണെങ്കിൽ നമ്പർ 2വിന്റെ കാറിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാപ്പയിരിക്കുന്ന മാജിക്കിനെ നമ്മൾ ഉണ്ടാക്കിയ മാജിക്കാണ്.
മിനിസ്ട്രി ഫോർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഫോർ PWD, മിനിസ്ട്രി ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, മിനിസ്ട്രി ഫോർ ഫിനാൻസ്, മിനിസ്ട്രി ഫോർ അർബൻ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഭരണം നടന്ന സമയത്ത് അലി സാഹിബിന് കൊടുത്ത വകുപ്പിലെ ഒരു പോർട്ട്ഫോളിയോ അല്ലെ അർബൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ഇവിടെ പ്രിയപ്പെട്ട മോമാലിക്കുണ്ട്. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനെ ഭരണസിരാ കേന്ദ്രത്തെ ചലിപ്പിച്ച ഈ കൊണ്ടോട്ടി മഹാപ്രതിഭകളുടെ മണ്ണാണ്. വലത്തും ഇടത്തുമൊക്കെ ആ അർത്ഥത്തിൽ പരിണിത പ്രജ്ഞരായ മനുഷ്യരിരിക്കുന്ന വേദിയാണ് നമ്മുടെ മിനിസ്ട്രികൾ. നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഈ ചുവപ്പ് നാടയുടെ ഫയലിനകത്ത് ഒരു ഗവേണൻസ് എങ്ങനെ സംഭവിക്കുന്നു എന്നത് കൃത്യമായി ധാരണയുള്ള മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അർബൻ ഡിസൈൻ, നഗര രൂപകൽപ്പനയുടെ നഗരകാര്യമന്ത്രി നമ്മൾ കൈകാര്യം ചെയ്ത പോർട്ട്ഫോളിയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു ഔട്ട്ഡേറ്റഡ് പരിപാടിയാണോ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ഡേറ്റഡ് പരിപാടിയാണോ? ഇത് എത്ര വലിയ ഇന്റലക്ച്വൽ ഓപ്പറേഷൻ ആണ്. ആ ഇന്റലക്ച്വൽ ഓപ്പറേഷന്റെ ഗുണഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ സൽഫലങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോൾ ഹൈലൈറ്റ് മാളിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ബിസിനസ് പാർക്ക് ഉണ്ട്. കോർപ്പറേറ്റ് ഓഫീസുകളുടെ വ്യാപാര സമുച്ചയമാണ് ബിസിനസ് പാർക്ക്. അവിടുത്തെ കോഫി ഷോപ്പുകളിലൊക്കെ പോയിട്ടിരിക്കുക. അവിടെ നമ്മുടെ കുട്ടികളാണ്. 100% ഈ കമ്മ്യൂണിറ്റിയിലെ മക്കളാണ്. അതിൽ തന്നെ ഒരു 80% പെൺകുട്ടികളാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഓഫീസ്, ഫിനാൻസ് പ്രൊഫഷണൽസിന്റെ ഓഫീസ്, ആർക്കിടെക്ട്സിന്റെ ഓഫീസ്, IT ഓഫീസ്, സൈബർ ബിസിനസിന്റെ ഓഫീസ്, എഡ്യൂക്കേഷന്റെ ഓഫീസ്. നിങ്ങൾ ചെല്ല് ബിസിനസ് പാർക്കിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 7 പതിറ്റാണ്ടുകാലത്തെ വിശ്രമമില്ലാത്ത പോരാട്ടം നമ്മൾ നടത്തിയതിന്റെ പേരിലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നമ്മൾ സംസാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നമ്മൾ രാഷ്ട്രീയമായി കാണും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ തമാശയായിട്ട് കാണും. കൊണ്ടോട്ടിക്കാരെ 5 കൊല്ലം നിങ്ങളൊരു അവസരം കൊടുത്തില്ലേ? ആ അവസരം കൊടുത്തതിന്റെ ഈ പുളിക്കൽ പഞ്ചായത്തിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വണ്ടിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ പ്രാദേശിക ഗവൺമെന്റിനെ ഉണ്ടാക്കുകയാണ്. ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കുകയാണ്. ഞാൻ ചൊറുക്കിന് പറയല്ല, അതിന്റെ ടെക്നിക്കൽ ടേം അതാണ് അല്ലെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. പുളിക്കൽ പഞ്ചായത്തിലെ സർക്കാരിനെ ഉണ്ടാക്കാനാണ്. ഇവിടുത്തെ സർക്കാരാണ്, ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് ഭരണ സാരഥ്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യരുടെ ആ പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മുടെ സിനിമയിൽ രേവതി പറഞ്ഞ പോലെ അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ ഈ നാടിന്റെ പ്രധാനമന്ത്രിയാണ്, ഈ പഞ്ചായത്തിന്റെ പ്രധാനമന്ത്രിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറി കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ടെറിട്ടറി. MLA ഫണ്ട് നേരിട്ട് കൊടുക്കൂല, ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുക ചെയ്യുക. MP ഫണ്ട് MPയുടെ ടെറിട്ടറി MP MLA-മാർക്ക് കൊടുക്കുക, അസംബ്ലി മണ്ഡലങ്ങൾക്ക് കൊടുക്കുക ചെയ്യുക. നേരിട്ട് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളോട് നിത്യേന എന്നോണം നിതാന്തമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ജനാധിപത്യ ക്രമത്തിന്റെ മെഷീനറി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. അവിടെ കുടുംബം ഓർമ്മ വരരുത്, അവിടെ തറവാട് ഉണരരുത് എന്ന് വിനീതമായ അപേക്ഷ, അഭ്യർത്ഥന ഈ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോണ്ട്. ബേസിക് യൂണിറ്റ് ആണത്. ആ ബേസിക് യൂണിറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു, ആസാമിലെ ബോൽപ്പറയിൽ ബുൾഡോസർ വരുന്നു. ബുൾഡോസർ ആരുടേതാണ്? ഹേമന്ത് ബിശ്വ ശർമ്മയുടേതാണ്. ആ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടേതാണ്. അത് പിന്നെ കലക്ടറിലേക്ക് പോകും. ആ സർക്കുലർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കും. കൊണ്ടോട്ടിക്കാരെ SIR ആസാമിലല്ല കേട്ടോ, പിണറായി വിജയന്റെ കേരള സംസ്ഥാനത്ത് SIR തുടങ്ങി വെച്ചിട്ടുണ്ട്. ഹിന്ദു പത്രമാണ് പറഞ്ഞത്. മനോരമ പറഞ്ഞാൽ നിങ്ങൾ പറയും UDFന്റെ ഔദ്യോഗിക മുഖപത്രമാണ് മനോരമ എന്ന്. ഹിന്ദു പത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ബില്ലിനെ ചർച്ച ചെയ്യുന്ന കാലത്ത് നമ്മൾ ഞെട്ടലോടെ കണ്ട വാർത്തയാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഡിറ്റൻഷൻ സെന്റർ ആലോചിക്കുകയാണ്. ഡിറ്റൻഷൻ ക്യാമ്പ്. എന്താ ഡിറ്റൻഷൻ ക്യാമ്പ്? പൗരത്വം നിഷേധിക്കപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവരെ പാർപ്പിക്കേണ്ട കേന്ദ്രമുണ്ട്. ആ പാർപ്പിക്കേണ്ട കേന്ദ്രത്തിന് എത്ര രൂപ ഫണ്ട് വെക്കണം എന്ന ആലോചന കേരളത്തിന്റെ CPM-ന്റെ ഭരണകൂടം നടത്തിയെന്ന് ഹിന്ദു പത്രം, സെക്യുലർ ക്രെഡൻഷ്യൽ ഉള്ള ഹിന്ദു പത്രമാണ് മലയാളിയോട് പറഞ്ഞത്. അതുകൊണ്ട് CPM-ന്റെ ഫയലിൽ കൊണ്ടോട്ടിയിലെ പുളിക്കലിലെ
നിങ്ങളെ ഈ മനുഷ്യരെ ഇവിടുത്തെ പൗരത്വ പട്ടികയിൽ നിന്ന്, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായാൽ, അവരെ പുറത്തായാൽ പാർപ്പിക്കേണ്ടുന്ന ഡിറ്റൻഷൻ സെന്ററിന്റെ ഫണ്ടുണ്ട്. ആ ഫണ്ട് ചെലവഴിക്കാനുള്ള ആലോചനയും ആസൂത്രണവും ഇടതുപക്ഷ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോ നമുക്ക് അൺബിലീവബിൾ ആയി തോന്നുന്ന ഈ വാർത്തകൾ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ കേൾക്കുന്ന വാർത്തകൾക്കിടയിൽ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിൽ കാണുക. ലിലിയൻസ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. വിനോ ജോണ്ടർ എന്ന് പറയുന്ന അമേരിക്കൻ സാഹിത്യകാരനാണ് ആ കഥ എഴുതിയത്. ആഫ്രിക്കൻ കറുത്ത വംശജയായ 100 വയസ്സുള്ള ഒരു മുത്തശ്ശി അമേരിക്കൻ പ്രസിഡന്റിൽ വോട്ട് ചെയ്യുന്ന ഇതിവൃത്തമാണ് ആ കഥയുടേത്. ചെങ്കുത്തായ മലയുടെ മുകളിലേക്ക് വേച്ച് നടന്നു പോകുന്ന മുത്തശ്ശി, 100 വയസ്സുള്ള മുത്തശ്ശി, എന്തിനാണ് തന്റെ കുടിലിൽ നിന്ന് വാർദ്ധക്യത്തിന്റെ ഈ ഗതികെട്ട കാലത്ത് പോളിംഗ് ബൂത്തിലേക്ക്, അതും ഒരു മലയുടെ ചെങ്കുത്തായ മുകളിലേക്ക് ഈ അമ്മ മുത്തശ്ശി നടന്നു പോകുന്നത് എന്നാണ് കഥാകാരൻ വിശദീകരിക്കുന്നത്. ആ കഥാകാരൻ ആ കഥ പറഞ്ഞു വെക്കുമ്പോ ഒരു പോരാട്ടം ആ മുത്തശ്ശി ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ് ആ പോരാട്ടം? തന്റെ മുൻഗാമികളായ ആളുകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, തൊലി കറുത്തതിന്റെ പേരിൽ. നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കറുത്ത വംശജർക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടായത്. ഈ പൂർവഗാമികളുടെ സഹനത്തെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഈ അമ്മ ഈ വരിയിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയാണ്. ലിലിയൻ എന്നാണ് മുത്തശ്ശിയുടെ പേര്. ലിലിയൻസ് റൈറ്റ് ടു വോട്ട്. ലിലിയൻസിനും വോട്ട് ചെയ്യാൻ, ലിലിയൻ എന്ന് പറയുന്ന അമ്മക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ആ അമ്മ തിരിച്ചറിയുകയാണ്, ആ മുത്തശ്ശി തിരിച്ചറിയുകയാണ്, എൻ്റെ വിരലിൽ പുരളാൻ പോകുന്ന ഈ മഷിത്തുള്ളി അതൊരു ത്യാഗത്തിന്റെ മഷിത്തുള്ളിയാണ്, അതൊരു പോരാട്ടത്തിന്റെ മഷിത്തുള്ളിയാണ്, അത് സഹസ്രാബ്ദങ്ങൾ നീണ്ട സഹനത്തിന്റെ ശേഷിപ്പാണ്. കൊണ്ടോട്ടിയിലെ ഇവിടുത്തെ പുളിക്കലിലെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളാണോ? നിങ്ങളുടെ തറവാടിന്റെ സോഫ്റ്റ് കോർണറാണോ? നിങ്ങളുടെ അയൽപ്പക്കങ്ങളിലെ നിങ്ങളുടെ പരിചിതമായ മുഖങ്ങളാണോ? പൊയ്മുഖ വാഗ്ദാനങ്ങളാണോ? അതല്ല ഓർമ്മ വരേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുളിക്കൽ എന്നല്ല, എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും മനസ്സിൽ ഓർമ്മ വരേണ്ടത് ലിലിയൻ മുത്തശ്ശിയുടെ മനസ്സിലെ ആധിയാണ്, വേദനയാണ്, സങ്കടമാണ്. നമ്മുടെ പൂർവഗാമികൾക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടായില്ലല്ലോ എന്നോർമ്മയല്ല. നമ്മുടെ പൂർവഗാമികൾക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുളിക്കൽ പഞ്ചായത്തിലെ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന മനുഷ്യരെ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ആദ്യം എന്താണ്? വരാൻ പോകുന്ന തലമുറക്ക്, നമ്മുടെ മക്കൾക്ക്, എൻ്റെ മുന്നിരിക്കുന്ന കാരണവന്മാർ, തലനിറച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പമാരെ, നിങ്ങൾ സങ്കടത്തോടെ, നിങ്ങൾ സന്തോഷത്തോടെ കണ്ണടക്കുക. പക്ഷേ വരാൻ പോകുന്ന ഒരു തലമുറ, അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകുമോ? ഓരോരുത്തരും ആലോചിക്കുക. എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥി അമ്മോനാണല്ലോ, എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥി ഭാര്യയുടെ നാത്തൂന്റെ അനുജത്തിയാണല്ലോ എന്ന ചൈൽഡിഷ് ഒരു മനുഷ്യൻ ജനാധിപത്യത്തെ എത്രമേൽ വില കുറച്ചു കാണിക്കുന്നോ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ നേടിയ പക്വത മുഴുവൻ ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഈ ബാലിശമായ ചിന്തകളെ വലിച്ചെറിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ, ഈ പുളിക്കൽ പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തിൽ എൻ്റെ മകന് നിൽക്കാൻ പറ്റോ? എൻ്റെ മകൻ നിന്നാൽ ഭാവി തലമുറയിലെ എൻ്റെ പേരക്കുട്ടിക്ക് നിൽക്കാൻ പറ്റുമോ എന്ന ബോധ്യത്തിൽ എല്ലാം മറന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിനപ്പുറം മറ്റൊന്നും മനസ്സിലില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരാലോചന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. രാത്രി 12:30 മണിക്കാണ് മറ്റേ ആശാൻ അലാറം വെച്ചുണർന്ന് ബായ്യോം ബഹനോ എന്ന് പറഞ്ഞ് 80% നാട്ടുകാരുടെ പേഴ്സിലുള്ള പോക്കറ്റിലെ പൈസ അയാൾ അസാധുവാക്കി. 12:30 മണിക്ക് അയാൾ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്ക് മറ്റൊരു അലാറം നമുക്ക് പ്രതീക്ഷിക്കാം. ബായ്യോം ബഹനോ. ഈ രാജ്യത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഈ രാജ്യത്തിലെ പൗരന്മാരല്ല എന്ന ഒരു തിട്ടൂരത്തെ നമ്മൾ മുന്നിൽ കാണുന്ന വേളയിലാണ് 2025 ലോക്കൽ ബോഡി സംഭവിക്കാൻ പോണത്. ഈ പുളിക്കൽ പഞ്ചായത്തിൽ പുലരും നീതിക്കായി സൽഭരണം എന്ന് പറയുമ്പോ തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. പുളിക്കൽ പഞ്ചായത്തിൽ ആക്ട് ലോക്കലി എന്ന് പറഞ്ഞാൽ
അബ്ദുൾ റസാഖിന്റെ പിടയുന്ന മൃതദേഹം, ആ മൃതദേഹത്തിന്റെ വിതുമ്പലുള്ള പഞ്ചായത്തിനെ ഞങ്ങൾ ശുദ്ധീകരണം നടത്തി അതിനെ പിടിച്ചെടുക്കുന്ന ഒരു ഓപ്പറേഷൻ, അബ്ദുൾ റസാഖിന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കുന്ന ഒരു ഓപ്പറേഷനാണ്. തിങ്ക് ഗ്ലോബലി, തിങ്ക് നാഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാജ്യത്തിലെ മോദി ഭരണത്തിനെതിരെയുള്ള ഒരു ജനകീയ പ്രതിരോധത്തിന്റെ, ഇനി തെരഞ്ഞെടുക്കാൻ പോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജനകീയ ആസൂത്രണത്തിന്റെ കോഴി മാടും കൊടുക്കേണ്ടവനല്ല. അയാൾ ആരാണ്? ജനകീയ ആസൂത്രണത്തിന്റെ കോഴി മാടും എന്താണ്? നമ്മളെ നാട്ടിലെ ഭരണകൂടവും ഇവിടുത്തെ മതേതര പാർട്ടികളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൗരത്വം വരുന്നു, വഖഫ് ബില്ല് വരുന്നു, ഒന്നിച്ചു കൊണ്ടുപോവാണ്. ഖബറിസ്ഥാൻ മാന്തി കൊണ്ടുപോവാൻ, മീസാൻ കല്ല് മാന്തി കൊണ്ടുപോവാൻ, മരിച്ചു കിടക്കാൻ ഇടമില്ലാത്ത മനുഷ്യരായി നമ്മൾ മാറാൻ പോവാണ്. ഒരു വേള ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പൗരത്വം കട്ടാക്കുന്നു, മരിച്ചുപോയ മനുഷ്യരുടെ ഖബറുകൾ മാന്തുന്നു. അതല്ല ഈ രണ്ട് ബില്ല്. ഒന്ന് CAA, മറ്റത് വഖഫ്. രണ്ടിലും ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ റദ്ദു ചെയ്യുന്നു. മരിച്ച മനുഷ്യരുടെ ഖബർസ്ഥാനുകൾ ബുൾഡോസറുകൾ വെച്ച് അവർ മാന്തിയെടുക്കുമ്പോ അതിന്റെ നടുവിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോ ഈ ആശാൻ ഈ അലാറം വെച്ച് പറയും, നാട്ടുകാരോട് പറയും, ഈ വോട്ടൊക്കെ ഈ പൗരത്വം റദ്ദാക്കി. അപ്പൊ പുളിക്കൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഓഫർ എന്താണ്? ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഓഫർ എന്താണ്? ഞങ്ങൾക്ക് ഈ അജണ്ട ഉണ്ട്. ഈ പുളിക്കൽ പഞ്ചായത്തിലെ CPM-ഉം നമ്മളും കൂടി അധികാരത്തിൽ വരുമ്പോഴുള്ള പ്രാഥമികമായ വ്യത്യാസം, ഒരു കോമൺ സെൻസിൽ, ഒരു സാമാന്യമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പാലം തകർന്നു, ഇവിടെ സ്കൂളിന് ഓടിടണം, ഇവിടുത്തെ അംഗനവാടിക്ക് ബെഞ്ച് വാങ്ങണം, ഇവിടുത്തെ റോഡ് ടാർ ചെയ്യണം, ഇവിടുത്തെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാരെ അവിടുത്തെ ആ പ്രശ്നം പരിഹരിക്കണം. ഇത് CPM-ന്റെ ഭരണമാണെങ്കിൽ 6 അജണ്ടയിൽ ഒരു ഇനമാണിത്, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ പ്രശ്നമുണ്ട്, അതൊരു അജണ്ട. സ്കൂളിന് ഓടിടണം, അത് 2ാമത്തെ അജണ്ട. അംഗനവാടിക്ക് ബെഞ്ച് വാങ്ങണം, അത് 3ാമത്തെ അജണ്ട. റോഡ് ടാർ ചെയ്യണം, അത് 4ാമത്തെ അജണ്ട. പഞ്ചായത്ത് ജനകീയ ആസൂത്രണത്തിൽ പഞ്ചായത്തിൽ വന്ന വാഴത്തൈയും കോഴിക്കുട്ടികളെയും കൊടുക്കണം, അത് 6ാമത്തെ അജണ്ട, അല്ലേ? ലീഗ് ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഈ അജണ്ട വരിക? ഞങ്ങളുടെ അജണ്ട നമ്പർ 1 പൗരത്വം, നമ്പർ 2 പൗരത്വം, നമ്പർ 3 പൗരത്വം, നമ്പർ 4 പൗരത്വം. വഖഫൊക്കെ മനസ്സിലാക്കാൻ CPM-ന്റെ പ്ലീനം കൂടി ആലോചിച്ച് വരുമ്പോൾ തന്നെ ആ വണ്ടി പോകും എന്നുള്ളത് കൊണ്ടാണ്. വഖഫിന്റെ ബില്ല് വന്നു എന്ന് ഞൊടിയിടയിൽ ഫ്ലാഷ് ന്യൂസ് വരുമ്പോ രാജ്യത്തിലെ മീഡിയ ഖാദർ മൊയ്തീൻ സാഹിബിന്റെ ബൈറ്റ് തേടുകയാണ്, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ബൈറ്റ് തേടുകയാണ്. രാജ്യത്തിലെ RSSന്റെ ഭരണകൂടം നിങ്ങളുടെ വഖഫുകൾ, മീസാൻ കല്ലുകൾ മാന്തിയെടുക്കുന്നു എന്ന് പറയുമ്പോ അടുത്ത മിനിറ്റുകൾക്ക്, മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ ഫ്ലാഷ് അടിക്കുകയാണ്. BJP-യുടെ പൗരത്വ ബില്ലിനെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന്, പൗരത്വ പട്ടിക പാസ്സാക്കാൻ പോകുന്നു എന്ന് ഇന്ത്യയുടെ ഭരണകൂടം നിയമം പാസ്സാക്കി നാഷണൽ മീഡിയ മുഴുവൻ ഫ്ലാഷ് അടിക്കുമ്പോ അതാ മണിക്കൂറുകൾക്കകം വരികയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെറ്റീഷൻ. അതാ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ചീഫ് ജസ്റ്റിസിന്റെ മേശപ്പുറത്ത്. ലീഡ് പെറ്റീഷണറാണ് നമ്മൾ, പൗരത്വ കേസിലെ ലീഡ് പെറ്റീഷണർ. നിങ്ങൾ മനസ്സിലാക്കണം, ആ ലീഡ് പെറ്റീഷണർ ദൗത്യം നിർവഹിക്കും നമ്മൾ. അതുകൊണ്ട് പഞ്ചായത്ത് ഭരിക്കുമ്പോ അത് സുപ്രീം കോടതിയിൽ പണിയെടുക്കും. ജന്തർ മന്ദറിൽ ഞാൻ സാജുവിനോട് ചോദിക്കായിരുന്നു, MSF നടത്തിയ അവസാനത്തെ സമരം എന്താണ്? എന്നോട് സാജു പറഞ്ഞത്, PM ശ്രീ പദ്ധതിയിലൂടെ നമ്മുടെ കലാലയങ്ങളെ RSSന്റെ ശാഖ നടത്താൻ ആലോചിക്കുമ്പോ ജന്തർ മന്ദറിൽ ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഈ കൊണ്ടോട്ടിയിലെ കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ട സാജു, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ മണ്ണിൽ നിന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ നടക്കാൻ എത്രയെത്ര പ്രതിഭകളുള്ള മണ്ണാണ് ഞാൻ ഈ കൊട്ടപ്പുറത്തിന്റെ, ഈ പുളിക്കൽ പഞ്ചായത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുളിക്കലുകാരുടെ മാത്രം വിശേഷം നോക്കിയിട്ടല്ല ഇവിടുത്തെ ലീഗിന്റെ കേഡർമാർ സാജു ആ സമരം നടത്തിയത് ജന്തർ മന്ദറിലാണ്. രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലെ സമരകേന്ദ്രത്തിലാണ് ഞങ്ങൾ ആ സമരം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും അവസാനത്തെ അജണ്ട ഏതാണ്? PM ശ്രീ പദ്ധതിയാണ്. മുസ്ലിം ലീഗിന്റെ അവസാനത്തെ സമരം ഏതാണ്? PM ശ്രീ പദ്ധതിക്കെതിരെയുള്ള പ്രതിരോധമാണ്. ഞങ്ങൾ ലീഗിന്റെ സമ്മേളനം കേരള സ്റ്റേറ്റ് ഘടകം ഷമീർ അടക്കമുള്ള ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അവസാനം നടത്തിയ സമ്മേളനം ഏതാ? നമ്മൾ നടത്തിയ സമ്മേളനം മറൈൻ ഡ്രൈവിലെ സമ്മേളനമാണ്. മറൈൻ ഡ്രൈവിലെ സമ്മേളനത്തിൽ നമ്മൾ അതിഥിയായി കൊണ്ടുവന്നത് പലസ്തീൻ അംബാസഡറെയാണ്. ഇന്ത്യയിലെ എല്ലാ വിദേശ അതിഥികളെയും സ്വദേശ അതിഥികളെയും കൊണ്ടുവരുന്ന ആ കൂട്ടത്തിൽ അതിന്റെ ലീഗിന്റെ ഒഫീഷ്യൽ ഹോസ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയാൻ പറ്റുമോ സമീറ? അല്ലേ, ഒഫീഷ്യൽ അല്ലേ,
പാർട്ടി അതിനൊരു ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള സ്വീകരണ കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പാണ് അതിൽ സാജു ഉണ്ടാവും, അതിൻ്റെ ചെയർമാനായിട്ട്. പ്രിയപ്പെട്ട സാജു അടക്കം ഞങ്ങളെല്ലാവരും എറണാകുളത്തെ മറൈൻ ഡ്രൈവിലെ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ ഓന് വർത്താനം പറയൽ തന്നെ അങ്ങനെയാണ്. 2 വട്ടം ഇന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്നോട് എന്താ സാധാരണ സംഘാടകർ നമ്മൾ വിളിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓല് നമ്മളോട് പറഞ്ഞൊരു രീതി. എന്നോട് സാജു എന്താ പറഞ്ഞറിയോ, ബാബു നിങ്ങളെന്താ ഫോൺ എടുക്കാത്ത? ഞാൻ പിന്നെ മറ്റേ ആ സിറിയൻ അംബാസഡർ വിളിച്ച്, ഞാൻ മൂപ്പരെ വിളിച്ച് എനിക്ക് കോൾ കിട്ടി, ശശി തരൂരിന് എനിക്കൊരു കോൾ കിട്ടി, നിങ്ങളെ കോള് 2 കോൾ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന്. ഓൻ്റെ സ്വാഭാവികമായിട്ടുള്ള വർത്താനം അതാണ്. നമ്മൾ മൈമുട്ടിയാക്ക പോക്കരാക്കാന്നൊക്കെ പറഞ്ഞ മാതിരി ഓൻ പറയാ പലസ്തീൻ അംബാസഡർ, സിറിയൻ അംബാസഡർ ശശി തരൂർ എന്നൊക്കെ. ഇതൊക്കെ ലൈവ് ഒന്ന് കട്ട് ചെയ്യണേ, നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ പലസ്തീൻ അംബാസഡറേന് മറൈൻ ഡ്രൈവിൽ കൊണ്ടുവന്നത്. ആ അംബാസഡറുടെ പ്രസംഗം നടക്കുമ്പോൾ നീതിക്ക് വേണ്ടിയാണ്. ഈ പ്രമേയത്തിൽ നീതി എന്നൊരു വാക്കുണ്ട്. നീതിക്കായി സദ്ഭരണം. ലോകത്തിലെ ഏറ്റവും വലിയ അനീതി എവിടെയാണ്? 2 വട്ടം ആലോചിക്കണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ അനീതി നടക്കുന്ന സ്ഥലം ഇസ്രയേലിന്റെ മണ്ണാണ്, പലസ്തീന്റെ മണ്ണാണ്. നമ്മുടെ അഭിപ്രായം എന്താണ്? ലോകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ അർഹതയില്ല എന്നതാണ് നമ്മളെ അഭിപ്രായം. വേണ്ടണം എന്നുള്ള അഭിപ്രായമില്ല. ലോകത്തെല്ലാവർക്കും വേണ്ടണം എന്നാണ്, പൗതിയും കൊടുക്കുക എന്നാണ്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ പറഞ്ഞത്. ചൈന ഇന്ത്യയുടെ അതിർത്തിയുടെ മണ്ണ് മാന്തിയപ്പോ EMS പറഞ്ഞത് എന്താ? ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശം എന്നാ പറഞ്ഞത്. നമ്മൾ അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രദേശം, ഇപ്പൊ പറഞ്ഞത് ഇസ്രയേലിൻ്റെതെന്നും പലസ്തീൻ്റെതെന്നും പറയുന്ന പ്രദേശം. ബാബരി മസ്ജിദ് പ്രശ്നം വന്നപ്പോഴും EMS പറഞ്ഞു അങ്ങനെ വേണ്ടണം എന്നൊരു അഭിപ്രായം. എന്താ പറഞ്ഞത്? RSS രാമക്ഷേത്രമെന്നും മുസ്ലിങ്ങൾ പള്ളിയെന്നും പറയുന്ന പ്രദേശം എന്നാണ് CPM അതിന്റെ മുകളിലെടുത്ത ഒരു നിലപാട്. ഇവരെന്നും അങ്ങനെയാണ്. സെൻട്രീത്ത സ്കൂളിലെ പ്രിൻസിപ്പാൾ വേണ്ട എന്നും ആ രക്ഷിതാവ് വേണമെന്നും പറയുന്ന തട്ടം എന്നാണ് ശിവൻകുട്ടി ഏറ്റവും അവസാനം എടുത്ത നിലപാട്, അല്ലേ? TK അഷ്റഫിനെ പുറത്താക്കിയ, സുംബ ഡാൻസിന്റെ പേരിൽ നിലപാടെടുത്ത, നടപടിയെടുത്ത, ഓണത്തിന്റെ പേരിൽ ഒരു കമന്റ് പറഞ്ഞ തൃശ്ശൂരിലെ ടീച്ചറുടെ വാട്സാപ്പിൽ പറഞ്ഞ ഒരു കമന്റിന്റെ പേരിൽ ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ ശിവൻകുട്ടിയുടെ ആഫീസിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി നമ്മൾ പ്രതീക്ഷിച്ച സന്ദർഭമായിരുന്നു. സെൻട്രീത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ നടത്തിയ ഈ പരാമർശത്തിന്റെ പത്രസമ്മേളനം. CPM നടത്തുന്ന ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പെൺകുട്ടി ഇറങ്ങി വരികയാണ് സ്കൂളിൽ നിന്ന്. തട്ടമിട്ടതിന്റെ പേരിൽ പെൺകുട്ടി 5 കൊല്ലം 6 കൊല്ലം ബാഗിൽ കൊണ്ട് നടന്നു. ഈ തട്ടം 6ാം കൊല്ലമാകുമ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ വേദനയാണ്. എന്റെ ആദർശത്തിന്റെ കുപ്പായം, എന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ കുപ്പായം, രാവിലെ ദീനിയാത്തും അമലിയാത്തും പഠിപ്പിച്ചു തരുന്ന ഉസ്താദ് ഔറത്ത് പറയുമ്പോ എന്നെ പഠിപ്പിക്കുന്ന എന്റെ സംസ്കാരത്തിന്റെ ഈ വേഷമടയാളം എന്റെ ബാഗിൽ സൂക്ഷിക്കുന്നത് എനിക്ക് മനസാക്ഷി കുത്താണെന്ന് തോന്നിയപ്പോ ആ പെൺകുട്ടി ശിരസ്സിൽ അണിഞ്ഞതാ. ഭീതി തോന്നും എന്നാ പറഞ്ഞത്. ഭീതി തോന്നും എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭീതി തോന്നുന്ന ഒരു തട്ടം ഒരു അവാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇന്റർനാഷണൽ ഷീൽഡ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ട് ഖത്തർ ഇന്റർനാഷണൽ മിനിസ്റ്റർ ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ, അന്താരാഷ്ട്ര സഹകരണത്തിന്റെ സഹമന്ത്രി മറിയ ബിൻ തൽ നാസർ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ? ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് അവർ അവാർഡ് വാങ്ങുകയാണ്. കൊണ്ടോട്ടിയിലെ സ്കൂളില്, പുളിക്കലിലെ സ്കൂളില് ശബരിമല കാലത്ത് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഹിന്ദു സുഹൃത്ത് ഈ കറുത്ത വസ്ത്രം ഇട്ട് വരുമ്പോ നമ്മുടെ മനസ്സിൽ ബഹുമാനമാണ്. അന്നത്തെ ദിവസം മുതൽ നമ്മൾ അവൻ ആദരിക്കും. മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് എത്രയോ ഹിന്ദു കുട്ടികൾ വീട്ടിലെ ചോറ്റും പാത്രത്തിൽ ചോറ് കൊണ്ടുവരൽ നിർത്തും. പലപ്പോഴും പല കുട്ടികളും നോമ്പെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സഹവർത്തിത്വത്തിന്റെ, സഹോദര്യത്തിന്റെ, മാപ്പിളപ്പാട്ടിന്റെ ഇശലിന്റെ മോയിൻകുട്ടി വൈദ്യരുടെ മണ്ണില് നമ്മൾ നിൽക്കുമ്പോ ഈ സൗഹൃദത്തിന്റെ ഇശലാണ് കേരളത്തെ നിലനിർത്തിയത് എന്ന് ടീച്ചറെ എന്ന് പറയാൻ, ആ ടീച്ചറോട് പറയാൻ ഇവിടുത്തെ ഭരണകൂടം വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കളിക്കാണ്. ആ സമയത്ത് ആ സ്കൂള് 24 മണിക്കൂർ അടച്ചിടാനുള്ള രാഷ്ട്രീയമായ തന്റെ ഇടം നിങ്ങൾക്കുണ്ടായോ? ആ സ്കൂളിലെ ടീച്ചർ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ പലരും പറഞ്ഞ പോലെ ഇങ്ങോട്ട് ഫീസ് തരാന്ന് പറഞ്ഞാൽ പോലും അങ്ങോട്ട് സ്കൂളിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഇംഗ്ലീഷാണ് ടീച്ചർ ഇംഗ്ലീഷ്, അല്ലേ? 10 സെന്റൻസ് പറഞ്ഞ് 10ൽ 8 തെറ്റാന്നാ പറഞ്ഞത്. 10ൽ ഔട്ട് ഓഫ് 8 ഓൺലി 2 മാർക്ക് മാത്രം, അല്ലേ? ഏത് ഇംഗ്ലീഷ്? ആ പ്രിൻസിപ്പളോട് ചെന്നുകാണ്ട് ഹൂ ഈസ് ദ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, സെൻട്രീത്ത സ്കൂളിലെ പ്രിൻസിപ്പളോട് ഹൂ ഈസ് ദ പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൽ പറയും ഐ ഈസ് ദ പ്രിൻസിപ്പൽ. ഓ യു ആർ ദ പ്രിൻസിപ്പൽ, യെസ് ഐ ആർ ദ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു ഇംഗ്ലീഷാണ്. എന്നിട്ട് പറയണം ഭാരത്, വി ആർ ടീച്ചിങ് ഭാരത്, ഞങ്ങൾ ഭാരതത്തിന്റെ സംസ്കാരം. എന്താ ടീച്ചറെ ഭാരതത്തിന്റെ സംസ്കാരം? കോണാണ്, കോണകം.
അതൊന്ന് കാണട്ടെ ഞങ്ങള്. അങ്ങനെ പഠിപ്പിക്കുകയാണ്. സാരേ ജഹാംസെ അച്ഛ എന്നുള്ള കവിത ഒക്കെ ചൊല്ലുകയാണ് അതിൻ്റെ ഇടയിൽ. ഇന്ത്യ എന്ന പൂങ്കാവനത്തിലെ ബുൽബുൽ പക്ഷിയാണ്, രാപ്പാടി പക്ഷിയാണ്. ഒരു പൂങ്കാവനത്തിന്റെ സൗന്ദര്യം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് എന്ന് പറഞ്ഞ അല്ലാമ ഇക്ബാലിന്റെ കവിത ഉദ്ധരിച്ച് തോന്നിയാസം കാണിക്കുന്ന ഒരു ടീച്ചറെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും സംഭവിക്കാൻ, ഒരു പക്ഷേ സമീപകാലത്ത് നടന്ന കേരളത്തിന്റെ സാമൂഹിക വിഭജനത്തിലെ ഏറ്റവും പരിക്കുള്ള ഒരു അധ്യായമായിരുന്നു ആ സംഭവം എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. അതിനെതിരെ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണില്ല. ഞങ്ങൾ ടീച്ചർമാർ സ്കൂളിൻ്റെയും കാര്യം പറഞ്ഞു. നിങ്ങളൊരു മാഷാണല്ലോ അല്ലേ? പ്രിയപ്പെട്ട DV ഇബ്രാഹിം സാഹിബ് നമ്മുടെ MLA, ഒരു സ്കൂൾ അധ്യാപകനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ മാറ്റം, വിദ്യാഭ്യാസം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു എഡ്യൂക്കേഷൻ, ഒരു നാടിൻ്റെ വിദ്യാഭ്യാസം, ആ നാടിൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളഞ്ഞാൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് വിദ്യാഭ്യാസം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. അവിടെ കൊണ്ടുപോയി ഏറ്റവും അപകടകരമായ വർഗീയത പടർത്തുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഭരിക്കുന്ന ഒരു കാലത്ത്, പഞ്ചായത്ത് ഭരണം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം? രാജ്യത്തിന്റെ നരേന്ദ്രമോദി അങ്ങനെ ഒരു പൗരത്വ ബില്ല് പാസാക്കിയാൽ, മുസ്ലിം ലീഗും UDF-ഉം ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ പുളിക്കൽ പഞ്ചായത്തെങ്കിൽ, ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആത്മവിശ്വാസം, നരേന്ദ്രമോദിയുടെ പൗരത്വ ബില്ലിനെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് ഈ പഞ്ചായത്തിൽ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ സമ്മതിക്കൂല എന്ന പ്രമേയം രാവിലെക്കൊക്കെ വെക്കൂല, രാത്രി തന്നെ പാസാക്കും. അങ്ങനെ പാസാക്കുന്ന അതാണ് ഈ രാജ്യത്തിന്റെ അപകടകരമായ രാഷ്ട്രീയ വിശേഷം എന്ന് മനസ്സിലാക്കി നമ്മുടെ രാഷ്ട്രീയമായ ഏകതയെ, പ്രബുദ്ധതയെ മുൻകാലങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കാൻ കടപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നോർമ്മപ്പെടുത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് സമ്പൂർണമായ സംരക്ഷണം കൊടുക്കുന്ന അർത്ഥത്തിൽ പ്രതിസന്ധിയുള്ള ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ദേശീയ ആസ്ഥാനം സജ്ജമാക്കി മുസ്ലിം ലീഗ് ജാഗരൂകമായി രാജ്യത്തിന്റെ തെരുവിലുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിത് പറയുന്നത്. ഭയപ്പെടുത്താനല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് കരയുന്ന കുഞ്ഞിന് പാലുള്ള വ്യവസ്ഥിതിയുടെ പേരാണ്. കരയുന്ന കുഞ്ഞിന് പാലുള്ള വ്യവസ്ഥിതിയുടെ പേരാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ, നിയമസഭയിൽ, പ്രാദേശിക ഭരണകൂടങ്ങളിൽ നമ്മുടെ ശബ്ദം ഊക്കോടെ ഉറപ്പോടെ കേൾപ്പിക്കണം. ആ ഊക്കോടെ ഉറപ്പോടെ കേൾപ്പിക്കാനുള്ള പോരാട്ടത്തിന്റെ പ്രാഥമികമായ പടി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പിടിക്കലാണ്. അതുകൊണ്ട് എത്ര പ്രധാനമന്ത്രി വിചാരിച്ചാലും, ഏതു വലിയ കലക്ടർ വിചാരിച്ചാലും, ഏതു വലിയ ഭരണകൂടം വിചാരിച്ചാലും, ഒരു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ നിങ്ങളുടെ അതിർത്തിയിലേക്ക് ഭരണകൂടത്തിന് ഇരച്ചു കയറാൻ കഴിയില്ല. അതുകൊണ്ട് പുളിക്കൽ പഞ്ചായത്തിന്റെ ഭരണസാരിധ്യം മുസ്ലിം ലീഗിന്റെ കയ്യിൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് രാജ്യത്തിലെ BJP-യുടെ ഫാഷിസ്റ്റ് ബുൾഡോസറുകളെ ഈ പഞ്ചായത്തിന്റെ അതിർത്തിക അപ്പുറത്ത് ജനകീയമായ പ്രതിരോധ ശേഷിയിൽ പ്രതിരോധിക്കാനുള്ള പോരാട്ടമാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് ആവർത്തിച്ചുണർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിന്, ഈ കോട്ടപ്പുറം മേഖലാ സമ്മേളനത്തിന്